ആധ്യാത്മിക സേവന പ്രവർത്തനങ്ങളിൽ വ്യാപരിക്കുന്നു. ആക്ടിവിസ്റ്റാണ്. ശ്രീ സച്ചിദാനന്ദ സരസ്വതി കോട്ടയത്തെ ചിന്മയ മിഷൻ ഗുരുനാഥനായി ആധ്യാത്മിക സാധന ദിനചര്യകൾ തുടർന്നു വരുന്ന ശ്രുതി ശ്യാമിനെ ഹൃദയപൂർവം ഭാഗവത്ഗീത ചിന്തന വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അർജുന വിഷാദ യോഗം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഗജാനനപദ്മാർകം ഗജാനനമഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമങ്ങൾ. സാക്ഷാൽ ജഗൽജനനിയായ ചെട്ടികുളങ്ങര ഭഗവതിയുടെ തിരുസന്നിധിയിൽ ഗീതോപനിഷത്ത് മഹാസത്രം അതിലെ 2ാം ദിനമായ ഇന്ന് ഗീതാഹൃദയത്തെ മനനം ചെയ്യുവാൻ ഒരവസരം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ഗീതോപനിഷത്ത് മഹാസത്രത്തിൻ്റെ യജ്ഞാചാര്യനായിട്ടുള്ള ഭാഗവത കോകിലം ശ്രീ പരമേശ്വരൻ തിരുമേനി അവർകൾ, സഹാചാര്യനായ അജിതൻ തിരുമേനി, ഈ യജ്ഞത്തിൻ്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ഉണ്ണികൃഷ്ണൻ തിരുമേനി, എല്ലാവരെയും നമസ്കരിച്ചുകൊണ്ട് അർജുന വിഷാദയോഗം എന്ന് പറയുന്ന ശ്രീമദ് ഭഗവത്ഗീതയിലെ പ്രഥമ അധ്യായത്തിൻ്റെ ഒരു വിചാരം നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. നമുക്കറിയാം, ശ്രീമദ് ഭഗവത്ഗീത ഏതൊരു പരമപുരുഷൻ്റെ മുഖാരവിന്ദത്തിൽ നിന്ന് നിർഗളിച്ചുവോ സാക്ഷാൽ ആ ശ്രീകൃഷ്ണ പരമാത്മാവിനെ വന്ദിച്ചുകൊണ്ടേ ഭഗവത്ഗീതയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. എപ്പോഴും നമ്മളൊരു കാര്യം പറയുമല്ലോ, ഇപ്പോൾ ഒരു ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങൾ നമുക്ക് ഹൃദയസ്ഥമാകണമെങ്കിൽ ആ ഗ്രന്ഥകർത്താവിൻ്റെ അനുഗ്രഹം വളരെ അഭികാമ്യമാണ്. എന്നാലേ ആ ഗ്രന്ഥത്തിലുള്ള വാക്കുകൾ നമുക്ക് ഹൃദയഗോചരമാവുകയുള്ളൂ എന്നാണ് പറയും. നമ്മുടെ ശാസ്ത്രത്തിൽ അങ്ങനെ ഒരു പ്രമാണം കൂടിയുണ്ട്. ദേവേ തീർത്ഥേ ദ്വിജേ മന്ത്രേ ദൈവജ്ഞേ ഭേഷജേ ഗുരൗ യാദൃശീ ഭാവനായസ്യ സിദ്ധിർഭവതി താദൃശി എന്നാണ് പറയുക. ദേവതകളിലാണെങ്കിലും നമ്മളുടെ വിശ്വാസത്തിനനുസരിച്ചാണ് ദേവതകൾ നമുക്ക് അഭയം നൽകുന്നത്, അല്ലേ? തീർത്ഥങ്ങളിലാണെങ്കിലും ഗുരുക്കന്മാരോടാണെങ്കിലും വൈദ്യന്മാരോടാണെങ്കിലും ഒക്കെ നമ്മളുടെ വിശ്വാസവും സമർപ്പണവും എത്ര കണ്ട് പൂർണ്ണമാകുന്നുവോ അത്ര കണ്ട് ഫലസിദ്ധിയാണ് നമുക്കുണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഭഗവത്ഗീതയിലേക്ക് കടക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. തദ്വാര ശ്രീകൃഷ്ണൻ്റെ മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് നമുക്കതിലേക്ക് പ്രവേശിക്കാം. ആ പരമാത്മാവിനെ സാക്ഷാത്കരിക്കുന്ന ഒരു പാതയിലോട്ട് പ്രവേശിക്കാം എന്നാണ് പറയാൻ പോകുന്നത്. ഇതിൽ ഏതൊരു ആധ്യാത്മിക സത്സംഗ സപരിയായിക്കോട്ടെ, അത് ശ്രവിക്കണമെങ്കിൽ നമ്മളുടെ അന്തരംഗം അതിനുവേണ്ടി സജ്ജീകരിക്കണമെന്ന് പറയാറുണ്ട്. എങ്കിൽ മാത്രമാണ് ആ ഹൃദയക്ഷേത്രത്തിലേക്ക് ആധ്യാത്മിക തത്വങ്ങൾ ഹൃദിസ്ഥമാവുകയുള്ളൂ എന്നുള്ളതാണ്. ഒരു ഉഴുതുമറിച്ച നിലത്താണ് വിത്തുകൾ വേഗത്തിൽ മുളയ്ക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു കളിയുണ്ട്. ഇവിടെയും അതിന് ആ പേര് തന്നെയാണോ പറയാന്ന് എനിക്ക് അറിഞ്ഞൂടാ.
കുട്ടിയും കോലും കളിക്കുക എന്ന് പറയും. അതായത് ഒരു ചെറിയ വടിയും വലിയ വടിയും സമ്പാദിച്ചു കൊണ്ടുവന്ന് മണ്ണിൽ ചെറിയൊരു കുഴിയുണ്ടാക്കിയിട്ട് ഈ ചെറിയ വടിയെ അതിലൊന്ന് സ്ഥാപിക്കും. മുഴുവനായിട്ടും ഉള്ളിലേക്ക് പോകില്ല, അല്പം ഒന്ന് ഉയർത്തി വയ്ക്കും ചെറിയ വടി. എന്നിട്ട് വലിയ വടി കൊണ്ട് ഈ ചെറിയ വടിയുടെ അറ്റത്തേക്ക് ശക്തിയായി അടിച്ചതിന് ദൂരത്തേക്ക് തെറിപ്പിക്കും. ഇതൊരു കളി. ഇതുപോലെ സത്യത്തിൽ ആധ്യാത്മിക തത്വങ്ങൾ ഗ്രഹിക്കാനിരിക്കുമ്പോൾ ആ പരമാർത്ഥ തത്വരംഗത്തിലേക്ക് നമ്മളുടെ മനസ്സിനെ നമ്മളുടെ ചിത്തത്തെ അല്പം ഒന്ന് ഉയർത്തണം ആദ്യം. അതിനുവേണ്ടി പ്രാർത്ഥനകൾ, നാമം മന്ത്രോച്ചാരണങ്ങൾ, സ്തോത്ര പഠനങ്ങൾ ഇതെല്ലാം ഉപകരിക്കും. കാരണം നമ്മൾ പല പ്രാപഞ്ചിക വിഷയങ്ങളൊക്കെ ശ്രവിച്ചുകൊണ്ടും അതൊക്കെ മനനം ചെയ്തുകൊണ്ടുമാണ് ഇവിടെ ഇരിക്കുന്നുണ്ടാവുക. ശ്രോതാക്കളും വക്താക്കളും ഒക്കെ ആയാലും നമ്മുടെ ഹൃദയത്തിൽ ലൗകികമായിട്ടുള്ള വ്യാവഹാരികമായിട്ടുള്ള ചിന്തകൾക്കായിരിക്കും ആദ്യം സ്ഥാനമുണ്ടാവുക. അതിനെയൊക്കെ ഒന്ന് മാറ്റി നമ്മൾ ഭഗവത്ഗീതയ്ക്ക് വേണ്ടി നമ്മുടെ ഹൃദയക്ഷേത്രം തുറക്കുമ്പോഴാണ് ഗീത പലപ്പോഴും, ഗീതയെന്നല്ല മറ്റേത് ആധ്യാത്മിക ഗ്രന്ഥമായാലും നമുക്കതിൻ്റെ താത്വികമായിട്ടുള്ള വശങ്ങളിലേക്ക്, ആ ഊർധ്വഗതിയിലേക്ക് ആദ്യം ഈ ചെറിയ വടിയെ പോലെ അല്പം ഒന്ന് ഉയർത്തിക്കഴിഞ്ഞാൽ പിന്നീട് തത്വജ്ഞാനം കൊണ്ട് ഭഗവതോന്മുഖമായിട്ട് ഊർധ്വഗതി പ്രാപിപ്പിക്കാൻ നമ്മുടെ മനസ്സിനെ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് 3 അംഗങ്ങൾ നമ്മുടെ ശാസ്ത്രം പറയാറുണ്ട്: ശ്രവണം, മനനം, നിധിധ്യാസനം. ഭഗവത് കഥകൾ ശ്രവിക്കുക. ശ്രവണമാണ് ആദ്യത്തെ പടി. ഭാഗവതം നവധാഭക്തിയിലൂടെ എടുത്തു പറയുന്നതും അതാണ്. ശ്രവണം കീർത്തനം വിഷ്ണോഹോസ്, മരണം പാദസേവനം, അർച്ചനം വന്ദനം ദാസ്യം, സഖ്യം ആത്മനിവേദനം. ഭഗവത് കഥകൾ ശ്രവിക്കുക, സ്മരിക്കുക തുടങ്ങി അവസാനം ആത്മനിവേദനം എന്ന് പറയുന്ന 9ാമത്തെ പടിയിലേക്ക് നമ്മളെ സ്വയം സമർപ്പിതരാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളുടെ അന്തരംഗം ശുദ്ധീകരിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട്, നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഓർക്കേണ്ടത് ശ്രവണം കൊണ്ട് നമ്മളുടെ ജ്ഞാനസമ്പാദനം പൂർണ്ണമായി എന്ന് പലപ്പോഴും കരുതും. ഇപ്പം പലപ്പോഴും പല ജനങ്ങളും അങ്ങനെയാണ്. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്, ആളുകൾക്ക് പുതിയ 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 കാര്യങ്ങൾ കേൾക്കുക എന്നത് ഒരു രോഗമായി തീർന്നിട്ടുണ്ട്. അല്ലേ? നമ്മളെപ്പോഴും അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ആ കർമ്മത്തിലൂടെ തീർന്നില്ല. ശ്രവണം കഴിഞ്ഞ് മനനമുണ്ട്, മനനം കഴിഞ്ഞ് നിധിധ്യാസനമുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മുടെ താത്വികമായി നമ്മുടെ ഹൃദയക്ഷേത്രത്തിൽ ഉറച്ചാൽ മാത്രമാണ് ഇതിൽ നിന്നും ഫലപ്രാപ്തി നമുക്കുണ്ടാകുന്നത്. അപ്പോൾ ശ്രവണത്തോടു കൂടി നമ്മൾ അങ്ങോട്ട് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ മാർഗമധ്യേ നിന്നു പോകുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. വിവേകാനന്ദ സ്വാമികൾ ഇതിനെ മതപാനീയ കമ്പം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരിക്കൽ ഒരു സമയം ഒരു ലഹരി നമ്മൾ ഉപയോഗിച്ചാൽ, ഈ സമൂഹത്തെയൊക്കെ ഇന്ന് കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ, കറുപ്പ് ഉപയോഗിച്ചാൽ ആ അല്പസുഖത്തിൽ ഭ്രമിച്ച് ദിവസവും അതിനുവേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുന്നത് പോലെ ശ്രവണം എന്ന് പറയുന്ന അല്പസുഖത്തിൽ ഭ്രമിച്ച് അത് മതി, ഇത് കിട്ടിക്കഴിഞ്ഞു, അതിൽ അഭിരമിക്കാനുള്ളൊരു ക്വാളിറ്റി ഉണ്ട്. ശ്രവണം ഈ ആധ്യാത്മിക തത്വ സമീക്ഷയുടെ പ്രഥമ പടി തന്നെയാണ്, ഒരു സംശയവുമില്ല. പക്ഷേ ശ്രവണത്തോടുകൂടി ഈ ലക്ഷ്യങ്ങൾ പൂർത്തിയാകുന്നില്ല എന്ന് മാത്രമാണ്. ശ്രവണം കഴിഞ്ഞ് മനനം, അതിനെ മനസ്സിലേക്ക് ആവാഹിക്കുക. നിധിധ്യാസനം, അതിനെ സ്വാധ്യായം ചെയ്തുകൊണ്ട് നമ്മളെ പ്രവൃത്തിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ ദീർഘമായിട്ടുള്ള വീക്ഷണങ്ങളുള്ള ആചാര്യന്മാർ നമ്മളോട് പറയുന്നു. അപ്പോൾ ഗീതാ ഉപന്യാസ ശ്രവണം എന്ന് പറയുന്നതിനേക്കാൾ ഗീതാ തത്വാനുഷ്ഠാനമാണ് ഏറ്റവും പ്രധാനമെന്ന് വിവേകാനന്ദ സ്വാമികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട് എന്നുള്ളതാണ്. ഒരിക്കൽ ശ്രീകൃഷ്ണ ചൈതന്യ സ്വാമികൾ ദക്ഷിണ ഭാരത യാത്രാമധ്യേ ഒരിക്കൽ ശ്രീരംഗപട്ടണത്ത് വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് അവിടെ അടുത്തൊരു ഗീതായജ്ഞം ഇതുപോലെ നടക്കുന്നുണ്ട്. ഗീതാപാരായണ പ്രഭാഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അദ്ദേഹം അങ്ങോട്ട് ചെന്നു. സ്വാമിജിയുടെ മധ്യസ്ഥൽ എല്ലാവർക്കും സ്വാമിജി ആഗതനായപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അവർ പാരായണം തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചപ്പോൾ ഒരുവൻ്റെ കയ്യിൽ മാത്രം ഗ്രന്ഥമില്ല, അദ്ദേഹം പാരായണം ചെയ്യുന്നുമില്ല. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ധാരധാരിയായി അവൻ്റെ നേത്രത്തിൽ നിന്നും കണ്ണുനീരിങ്ങനെ ഉതിർന്ന് വീഴാൻ തുടങ്ങി. അപ്പോൾ ഈ പാരായണങ്ങൾ കഴിഞ്ഞപ്പോൾ, പാരായണവും പ്രഭാഷണമൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഈ ചൈതന്യസ്വാമികൾ ചെന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ കയ്യിൽ ഗ്രന്ഥമില്ലാത്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, എനിക്ക് വായിക്കാൻ അറിയില്ല സ്വാമികളെ, എനിക്ക് അക്ഷരങ്ങൾ അറിയില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ കരയുന്നത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്,
ഞാൻ ഈ പാരായണം കേട്ട് അല്പസമയം ഒന്ന് കണ്ണടച്ച് ധ്യാനിച്ചിരുന്നപ്പോൾ ആ രണരംഗ മധ്യത്തിൽ സാക്ഷാൽ ഭഗവാൻ പാർത്ഥന് സാരഥ്യം വഹിച്ചുകൊണ്ട് ദിവ്യോപദേശം ചെയ്യുന്ന ഒരു രംഗം എൻ്റെ മനസ്സിൽ, ആ ദൃശ്യത്തിൽ ഇങ്ങനെ ഞാൻ അഭിരമിച്ച് അതിൻ്റെ ആനന്ദാതിരേകത്താൽ ഞാൻ കരഞ്ഞു പോയതാണ്, ആ ബ്രഹ്മാനന്ദാനുഭൂതിയിൽ ഞാൻ കരഞ്ഞതാണ് എന്ന മറുപടി കൊടുത്തപ്പോൾ അദ്ദേഹം വളരെ സന്തോഷിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ചൈതന്യ സ്വാമികൾ ബാക്കിയുള്ളവരോട് എല്ലാവരോടുമായി പറഞ്ഞു, നോക്കൂ, ഈ മനുഷ്യനാണ് യഥാർത്ഥത്തിൽ പാരായണം ചെയ്തത് എന്നുള്ളത്. പലപ്പോഴും പാരായണങ്ങൾ വെറും ഒരു നാഡീപ്രക്ഷോഭമായിട്ട് മാത്രം പോകാൻ പാടില്ലല്ലോ. അത് മനന നിധിധ്യാസനങ്ങൾ ഉളവാക്കിയ അനുഭൂതി എന്ന് പറയുന്ന ഒരു സാക്ഷാത്കാരത്തിലേക്ക് നമ്മളെ എത്തിക്കുമ്പോഴാണ് ഗീത അതിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഗീത ഉപനിഷത്ത് മഹാസത്രം എന്നാണ് പറയണത്. ധ്യാന ശ്ലോകത്തിൽ നമ്മളെ കൊണ്ട് ശ്രീ മധുസൂദന സരസ്വതി സ്വാമികൾ നമ്മളോട് പറഞ്ഞു, സർവോപനിഷദോ ഗാവോ ധോക്ത ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർ ഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത് എന്ന് പറഞ്ഞു. അതിൽ സർവ ഉപനിഷത്തുക്കളുടെയും സാരസത്തയാണ് ഭഗവത്ഗീത എന്ന് പറഞ്ഞുകൊണ്ടേ നമുക്ക് ആരംഭിക്കാൻ സാധിക്കും. സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗുരുവായ ഭഗവാൻ ശ്രീ വേദവ്യാസ മഹർഷി നമ്മളുടെ ഗ്രന്ഥങ്ങൾ, എത്രയെത്ര ഗ്രന്ഥങ്ങൾ രചിച്ചു അദ്ദേഹം, എത്രയെത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് സംഭാവന ചെയ്തു അല്ലേ. വേദം മുതൽ പുരാണ ഇതിഹാസങ്ങൾ വരെ നീണ്ടു നിവർന്നു കിടക്കുന്ന ഒരു പരമ്പര, അതിനെ 18 തരം തിരിച്ചിട്ടുണ്ട്. 18 തത്വങ്ങളിൽ അധിഷ്ഠിതമായ ധർമ്മമായി സനാതനധർമ്മത്തെ അദ്ദേഹം നമ്മുടെ മുന്നിലേക്ക് ഇട്ട് തന്നിട്ടുണ്ട്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ആയുർവേദം, ധനുർവേദം, ഗാന്ധർവവേദം, സ്ഥാപത്യവേദം, ശിക്ഷ, കൽപ്പം, നിരുക്തം, ഛന്ദസ്, വ്യാകരണം, ജ്യോതിഷം, ന്യായം, മീമാംസാ ശാസ്ത്രങ്ങൾ, ധർമ്മശാസ്ത്രങ്ങൾ, ഇതിഹാസ പുരാണങ്ങൾ. അതിൽ പുരാണങ്ങളെ എടുത്ത് 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും നിർമ്മിച്ചു അല്ലേ. എത്രയെത്ര ഗ്രന്ഥങ്ങളാണ്. അപ്പോൾ ഇതിൽ നമ്മളുടെ ഒരു പുരുഷായുസ് കൊണ്ട് ഈ ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ കടന്നു ചെല്ലുക എന്നുള്ളത് വളരെ ദുഷ്കരമായ കാര്യമാണ്. നമുക്ക് സാധിക്കുമോ എന്നുള്ളത് സംശയമാണ്. പക്ഷേ ഏതൊരു സാധാരണക്കാർക്കും, പണ്ഡിതൻ മുതൽ പാമരൻ വരെയുള്ളവർക്ക് ആചരിക്കുവാൻ വേണ്ടി ഈ തത്വങ്ങളെയൊക്കെ ഉപനിഷത്തുക്കളാകുന്ന പശുക്കളെ എങ്ങനെ നിരത്തി നിർത്തി ഭഗവാനാണ് കറവക്കാരൻ. ആരാണ് കറന്നെടുത്തത് പാല്? സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവാണ് കറന്നെടുത്തത്. പാർത്ഥനാകുന്ന അർജുനനാകുന്ന പശുക്കുട്ടിയെ മുന്നിൽ വെച്ചുകൊണ്ട് ഇത് കറന്നെടുത്തു. അപ്പം നമ്മൾ വിചാരിക്കും ഇത് വേറെ വേറെ പശുക്കളുടെ പാലല്ലേ, ഇതൊക്കെ കൂടി മിക്സ് ചെയ്താൽ കുഴപ്പമാവില്ലേ അല്ലേ. വേറെ വേറെ ഉപനിഷത്തുക്കൾ, എത്രയധികം ഉപനിഷത്തുക്കളുണ്ട്. അപ്പോൾ ഈ പാലൊക്കെ കൂടി എന്ത് ചെയ്തു? ഭഗവാൻ കറന്നെടുത്ത് നമുക്ക് ഡയറക്റ്റ് തന്നില്ല. അദ്ദേഹം അതിനെ സമന്വയിപ്പിച്ചു, ഒരു ഇൻ്റഗ്രേഷൻ നടത്തി. അതിനെ സമന്വയിപ്പിച്ച് അതിൻ്റെ സാരമെടുത്ത് നമ്മളിലേക്ക് വിതരണം ചെയ്തു. 18 അധ്യായങ്ങളിലായി, 18 പർവ്വങ്ങളിലായി, 18 ദിവസത്തെ നമ്മുടെ മനനത്തിലൂടെ ചെല്ലുമ്പോൾ ആന്തരികമായി നമ്മൾ നടത്തുന്ന യുദ്ധമായി ഒക്കെ നമ്മളെ ഭഗവത്ഗീത ഇങ്ങനെ ചിന്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എത്രയോ കാലങ്ങളായി എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ സാരം ഉൾക്കൊള്ളുക എന്നുള്ളത് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു മനന പദ്ധതിയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുമ്പോഴാണ് നമുക്ക് ഭഗവാനാൽ ഗാനം ചെയ്യപ്പെട്ട ഒന്ന് ഭഗവത്ഗീത എന്ന് പറയുന്നത്. ഭഗവാനാൽ ഗാനം ചെയ്യപ്പെട്ട, ഭഗവാൻ ഒരു പാട്ട് പാടി, ഇത് കേട്ടാൽ ഇതിൻ്റെ അർത്ഥം പൂർണ്ണമാകുമെന്ന് തോന്നുന്നില്ല. അതിനപ്പുറത്തേക്ക് അതിൻ്റെ അർത്ഥം ഉപനിഷത്ത് എന്നാണ്, യോഗശാസ്ത്രം എന്നാണ്, ബ്രഹ്മവിദ്യ എന്നാണ്. ഓരോ അധ്യായം കഴിയുമ്പോഴും ഭഗവാൻ ശ്രീ വേദവ്യാസ മഹർഷി തന്നെ അത് സ്ഥാപിക്കുന്നുണ്ട് അല്ലേ. ഇത് ശ്രീ ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ, ഓരോ അധ്യായത്തിൻ്റെ പേര് കൂടെ ചേർന്ന് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഭഗവത്ഗീത ശ്രവണ മനന നിധിധ്യാസന പദ്ധതി എന്ന് പറഞ്ഞാൽ ഋഷി പരമ്പരയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അർജുന വിഷാദ യോഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇപ്പോൾ എത്രയോ കാലം അർജുനൻ്റെ കളിക്കൂട്ടുകാരനായിട്ട് ആരുണ്ടായിരുന്നു? ഭഗവാൻ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും ഭഗവത്ഗീത ഭഗവാനാൽ ഗാനം ചെയ്യപ്പെട്ട ഈ ജ്ഞാനത്തെ അർജുനന് വിതരണം ചെയ്തിട്ടില്ല. അവിടെ ഭീഷ്മരും ദ്രോണരും ആദിയായിട്ടുള്ള പ്രമുഖർ ഒരുപാടുണ്ടായിരുന്നു. അവർക്കൊന്നും ഭഗവാൻ ഗീത കൊടുത്തില്ല. പക്ഷേ ആരാണ് അതിന് പ്രാപ്തനായി അർഹതപ്പെട്ടവനായി ഏത് നിമിഷം
വരുന്നത് എന്നിങ്ങനെ ആലോചിച്ചു. സാമാന്യനായ ഒരു ഗൃഹസ്ഥനെ കണ്ടപ്പോൾ, അല്ലേ, നമ്മൾ ഭൂരിഭാഗം പേരും ഗൃഹസ്ഥന്മാരാണ്, ബ്രഹ്മചാരികളും സന്യാസിമാരും ദുർലഭം പേരേ ഉള്ളൂ, ബാക്കി ഗൃഹസ്ഥന്മാരാണ്. ആ ഗൃഹത്തിൻ്റെ പരാധീനകളിൽപ്പെട്ട് ഉഴലുന്ന നമ്മളെ കൈപിടിച്ച് ഉയർത്തി ആശ്രമത്തിലേക്ക്, ഗൃഹം ആശ്രമമാക്കി മാറ്റുന്ന ദിവ്യമായ ഗാനാലാപനം ചെയ്യുന്നത് ഇപ്പോൾ കർമ്മം കൊണ്ടോ കാലം കൊണ്ടോ ദേശം കൊണ്ടോ അർജുനന് സമാനമൊന്നുമല്ല നമ്മളുടെ കാലഘട്ടം, അല്ലേ? അപ്പം എന്തിനാണ് ഗീത ഇവിടെ പറയുന്നത്? ഗീതയ്ക്ക് എന്താണ് ആധുനിക കാലഘട്ടത്തിലുള്ള പ്രസക്തി എന്ന് ചോദിച്ചാൽ, വെറും ചരിത്രം മാത്രം പരിശോധിച്ചുകൊണ്ടല്ല ഗീത മുന്നോട്ട് പോകുന്നത്. നമ്മളുടെ ജീവാത്മാവുമായി, ജീവനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ ആധികാരികമായി, നൂതനമായ ഒരു ആശയമായി, സനാതന ധർമ്മമായിട്ട് അതിനെ വിതരണം ചെയ്യുന്നു, അല്ലേ? ചിരപുരാതനം നിത്യനൂതനം ഇതി സനാതനം, ഓൾഡർ ദാൻ ദി ഓൾഡസ്റ്റ്, ന്യൂയർ ദാൻ ദി ലേറ്റസ്റ്റ് എന്ന് പറയും. പഴയതിലും പഴയത്. ഇത് കേൾക്കുമ്പോൾ പഴയത് പഠിച്ചിട്ട് നമുക്ക് എന്താ പ്രയോജനം? ചരിത്രമൊക്കെ പഠിച്ചിട്ട് നമ്മളെ സംബന്ധിച്ച് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത്? കുറേ കഥകൾ എന്ന് നമ്മൾ വിചാരിക്കും മുൻപേ ഋഷിമാർ കൂട്ടി വെച്ച വാക്കാണ് നവം നവം, രുചിരം നവം നവം. ഭാഗവതം പറയും, ഭഗവത് കഥകൾ രുചിക്കും തോറും അതിന് മാധുര്യമേറും എന്നുള്ളതാണ്. പുതിയതിലും പുതിയത്, ന്യൂയർ ദാൻ ദി ലേറ്റസ്റ്റ്. നൂതനമായ ആദർശങ്ങൾ, നൂതനമായ ആശയങ്ങൾ ഏതൊരു കാലഘട്ടത്തിലും കാലാതീതമായിട്ട്, കാലാനുവർത്തിയായി പ്രവർത്തിക്കുന്ന ആശയങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ശ്രീമദ് ഭഗവത്ഗീത എന്നുള്ളത്. അപ്പോൾ സാധാരണയൊക്കെ 7 ദിവസം കൊണ്ടാണ്, ഈ ജ്ഞാന സപ്താഹമായിട്ടാണ് ഒരു അധ്യായമൊക്കെ കടന്നു പോകുന്നത്. പക്ഷേ നമ്മളുടെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് അല്പം ഒരു ഓട്ടപ്രദക്ഷിണം വയ്ക്കാമെന്നേ പറയാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പം അർജുന വിഷാദ യോഗം ഈ അധ്യായത്തിനൊക്കെ പേര് നൽകിയത് പിന്നീടാണ്. 18 പർവ്വങ്ങളിലായി, ഇപ്പോൾ ഗീതാപർവം എന്ന് പറയുന്നത് 13 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളിലായിട്ട് ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നതിനെ പിന്നീട് തരം തിരിച്ച് അതിന് ഓരോ അധ്യായങ്ങൾക്കും പേര് നൽകി, നേരത്തെ പറഞ്ഞതുപോലെ ഒരു ധ്യാനാവസ്ഥിത മനസ്സിനെ തയ്യാറാക്കാൻ വേണ്ടി ആദിയിൽ ഒരു മംഗളാചരണം, പാർത്ഥായ പ്രതിബോധിതാം എന്ന് തുടങ്ങുന്ന ഒരു മംഗളാചരണം കൂടി നിർമ്മിച്ച് ജീവൻ മുക്തരാക്കുവാൻ വേണ്ടി ഋഷിമാർ നൽകിയ കാരുണ്യത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, സഞ്ജയൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഭഗവാൻ ശ്രീ വേദവ്യാസ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് ദിവ്യ ചക്ഷുസുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. യുദ്ധരംഗത്തിൽ യഥേഷ്ടം അദ്ദേഹത്തിന് സഞ്ചരിക്കാമായിരുന്നു. ശരങ്ങൾ അദ്ദേഹത്തെ, അസ്ത്രശസ്ത്രങ്ങൾ അദ്ദേഹത്തെ മുറിവേൽപ്പിക്കില്ലായിരുന്നു. അങ്ങനെ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ, യുദ്ധത്തിൻ്റെ 10ാം ദിവസം പിന്നിട്ടപ്പോഴാണ് ഭീഷ്മര് യുദ്ധക്കളത്തിൽ വീണത്. ഭീഷ്മര് വീണതോടുകൂടി സഞ്ജയൻ ആ യുദ്ധരംഗത്തിൽ നിന്നും തിരിച്ച് ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് യുദ്ധഭൂമിയിലുണ്ടായ കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുന്ന ഒരു രംഗം, അത് മുഴുവൻ പറഞ്ഞു കൊടുത്തു. യുദ്ധരംഗത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു കൊടുത്തതിന് ശേഷം, അതിനുശേഷം നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ഇതെല്ലാം പറഞ്ഞു കൊടുത്തു സഞ്ജയൻ. അതിനുശേഷം ധൃതരാഷ്ട്ര മഹാരാജാവ് ചോദിക്കുന്നൊരു ചോദ്യത്തിൽ നിന്നുമാണ് ഭഗവത്ഗീത സംഭവിക്കുന്നത്. ഗീത ആരംഭിക്കുന്നത് ധൃതരാഷ്ട്രൻ്റെ ഒരു ചോദ്യത്തിൽ നിന്നുമാണ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ വിചാരിക്കില്ലേ, വിശദമായി പറഞ്ഞു കൊടുത്തിട്ടും പിന്നെ ഒരു ചോദ്യം. എന്താ ചോദിക്കുന്നത്? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുജുത്സവഃ മാമക പാണ്ഡവാശ്ചൈവ കിം അകുർവത സഞ്ജയ എന്ന് പറയുന്ന ഒരു ചോദ്യത്തിലൂടെയാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത്. അപ്പോൾ എൻ്റെ ആളുകളും പാണ്ഡവന്മാരും, എൻ്റെ മക്കളും പാണ്ഡവന്മാരും യുദ്ധക്കളത്തിൽ എന്തു ചെയ്തു, ഈ എന്തു ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ട് നേരത്തെ വിവരിച്ചു കൊടുത്തു. പക്ഷെ എന്തിനിവിടെ ഒരു ചോദ്യം? കേവലം ബുദ്ധിശൂന്യതയാണോ ധൃതരാഷ്ട്രരോട് ഈ ചോദ്യം ചോദിപ്പിച്ചത്? നമ്മൾ കണ്ണില്ലാത്തത് കൊണ്ട്, അന്ധനായതുകൊണ്ട്, ഒരു അജ്ഞാനിയായിട്ട് മാത്രമാണോ ധൃതരാഷ്ട്രയെ സങ്കല്പിച്ചതെങ്കിൽ നമുക്ക് തെറ്റി എന്നുള്ളത്. ധൃതരാഷ്ട്രത്വം നമ്മളെ ബാധിക്കുന്നുണ്ട് പലതരത്തിൽ. പക്ഷേ ഈ ചോദ്യത്തിൽ നിന്നാണ് ഗീത ഉത്ഭവിക്കുന്നത്, തത്വം ഉത്ഭവിക്കുന്നത് എന്നുള്ളതാണ്. എന്താണ്? ധർമ്മക്ഷേത്രേ, ധർമ്മക്ഷേത്രം, ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ. അപ്പം ധർമ്മശബ്ദം കൊണ്ട് ഭഗവത്ഗീത ആരംഭിക്കുന്നു. പൂജ്യ ചിന്മയാനന്ദ സ്വാമിജികൾ
ഭഗവത്ഗീതയെ ഈ ലോകം മുഴുവൻ ഗർജിച്ചു നടന്ന, ഈ ഭാരതം മുഴുവൻ ഭഗവത്ഗീതയെ സാർവലൗകികമാക്കിയ ചിന്മയാനന്ദ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഗ്രന്ഥത്തിൻ്റെ തുടക്കത്തിലെ ശ്ലോകം, ആരംഭ ശ്ലോകവും ചരമശ്ലോകവും അവസാനത്തെ ശ്ലോകവും പരിശോധിച്ചാൽ ആ ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം പിടികിട്ടും എന്ന്. ഭഗവത്ഗീത ധർമ്മശബ്ദത്തിൽ ആരംഭിക്കുന്നുവെങ്കിൽ അവസാനത്തെ ശ്ലോകം എന്താണ്? എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീർ വിജയോ ഭൂതിർ ധ്രുവ നീതിർ മതിർ മമ. എവിടെയാണോ സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണനും ഗാണ്ഡീവധാരിയായ അർജുനനും നിലകൊള്ളുന്നത്, അവിടെ ഐശ്വര്യവും സമൃദ്ധിയും സമ്പത്തും സകലവിധത്തിലുള്ള നന്മകളും വന്നു ചേരുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവസാന വാക്ക് മമ എന്നാണ്. മമ ശബ്ദത്തിലാണ് അത് അവസാനിക്കുന്നത്. അപ്പം മമധർമ്മം, ആദ്യത്തെ ശബ്ദം ധർമ്മവും അവസാനത്തെ ശബ്ദം മമ. അപ്പം എൻ്റെ ധർമ്മം എന്താണ്? ഈ ലോകത്ത് ഞാൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്താണ്? പരധർമ്മമല്ല, എൻ്റെ ധർമ്മം എന്താണെന്ന് എന്നെക്കൊണ്ട് ഓർമ്മിപ്പിക്കുന്ന, മനനം ചെയ്യിപ്പിക്കുന്ന, ആ ധർമ്മത്തിലേക്ക് നമ്മളെ നയിക്കുന്ന എന്തോ ഒരു ചോദ്യമാണ് ഭഗവത്ഗീത വിരൽ ചൂണ്ടുന്നത് എന്നുള്ളത്. അവിടെ തൊട്ടാണ് ആരംഭിക്കുന്നത്. ഇപ്പം ധർമ്മശബ്ദം നമ്മൾ കുറേ കേട്ടിട്ടുള്ളതാണ് അല്ലേ? എന്താ ധർമ്മം? ധർമ്മം ധർമ്മം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു രൂപം തെളിഞ്ഞു വരും. പീതാംബരധാരിയായി മയിൽപീലിയൊക്കെ ധരിച്ച് ഓടക്കുഴലൊക്കെ വെച്ച് ഒരു രൂപം നമ്മുടെ മനസ്സിലേക്ക് വരും. പക്ഷേ ധർമ്മം എന്ന് പറയുമ്പോൾ എന്ത് രൂപമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്? പ്രത്യേകിച്ചൊരു രൂപമില്ല. പക്ഷേ ധർമ്മം രൂപം ധരിച്ചിട്ടുള്ളെങ്കിൽ അത് രാമനാണ്, കൃഷ്ണനാണ് എന്നൊക്കെ പറയുന്ന ശ്ലോകങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, അതിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷേ ധർമ്മശബ്ദത്തിൻ്റെ അർത്ഥം എന്താണ്? ധാര്യതേ അനേന സർവമിതി ധർമ്മ. ഈ ലോകത്തെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഒന്നിൽ ചേർത്ത് കോർത്ത് നിർത്തുന്ന ഒന്നിനെ നമുക്ക് ധർമ്മം എന്ന് വിവക്ഷിക്കാം. സത്യം, അഹിംസ, അപരിഗ്രഹം, സന്തോഷം, ക്ഷമ, ആർജവം, ശക്തി, ഇതൊക്കെ ധർമ്മശബ്ദങ്ങളാണ്. ഏതൊരാളുടെയും ഭൗതികവും ആധ്യാത്മികവുമായ ശ്രേയസ് ആശ്രയിച്ചു നിൽക്കുന്നത് ധർമ്മത്തിലാണ്. ഇപ്പം നമുക്കൊരു വ്യവസ്ഥയുണ്ടല്ലേ, ഈ കാര്യപരിപാടിക്കൊരു വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു സംഗതിയുണ്ട്, ഒരു ചിട്ടയുണ്ട്. എന്തിന്? നമ്മളൊരു സോളാർ സിസ്റ്റം ഒന്ന് കണക്കിലെടുക്കൂ. സൂര്യനെ ആധാരമാക്കി ഗ്രഹങ്ങൾ അതിന് ചുറ്റും നിശ്ചിത പാതയിൽ അതിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഭ്രമണവും പരിക്രമണവും രാവും പകലും വർഷങ്ങളും എല്ലാം അയനാന്തവും ഇതൊക്കെ സംഭവിക്കുന്നു. ഇതൊക്കെ ഒരു ചിട്ടയായി വ്യവസ്ഥാപിതമായി ഒരു രീതിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഇതിനെ ധർമ്മം എന്ന് പറയാം എന്നുള്ളത്. ഇതാണ് ധർമ്മക്ഷേത്രം. ഭഗവാൻ പറഞ്ഞു, ഈ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനാണ് എൻ്റെ അവതാരങ്ങൾ ഉണ്ടാകുന്നത്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഈ ശ്ലോകം നമ്മൾ പലപ്പോഴായിട്ട് കേൾക്കും, നമ്മൾ പലപ്പോഴായിട്ട് ചൊല്ലാറൊക്കെ ഉണ്ട് അല്ലേ? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനി. എവിടെയൊക്കെയാണോ ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടാകുന്നത്, ധർമ്മത്തിന് ക്ഷയമുണ്ടാകുന്നത്, അധർമ്മം സ്വാഭാവികമാണല്ലോ, അധർമ്മം അഭ്യുത്ഥാനം ചെയ്യുന്നത്, അവിടെ ഞാൻ അവതരിക്കും. എന്തിന്? ധർമ്മത്തെ പുനഃസ്ഥാപിപ്പിക്കുവാൻ. പക്ഷേ നേരെ മറിച്ച് ഇത് ചിലപ്പോൾ തെറ്റിദ്ധരിക്കാറുണ്ട് പലപ്പോഴും. ധർമ്മം പൂർണ്ണമായി ഇല്ലാതെയാവുകയും അധർമ്മം മാത്രം ഈ ലോകം ഭരിക്കുകയും ചെയ്യുമ്പോൾ, അധർമ്മം മാത്രം കൊടികുത്തി വാഴുകയും ചെയ്യുമ്പോൾ ഞാൻ അവതരിക്കുന്നു എന്നാണോ ഭഗവാൻ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഭഗവാന്റെ അവതാരത്തിൻ്റെ ആവശ്യമില്ല അല്ലേ? ധർമ്മം മാത്രമാണെങ്കിൽ ധർമ്മമൂർത്തിയായി നമ്മളെല്ലാവരും ഭഗവത് സന്ദേശങ്ങൾ വിതരണം ചെയ്യും. അപ്പോൾ അവതാരത്തിൻ്റെ ആവശ്യമില്ല. ഇനി അധർമ്മമാണ് ഈ ലോകം ഭരിക്കുന്നതെങ്കിൽ പരസ്പരം വെട്ടിയും കുത്തിയും എല്ലാവരും മരിച്ചോളും. അപ്പോഴും ഭഗവാന്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയല്ല പറഞ്ഞത്. ധർമ്മം ക്ഷയിക്കുകയും ധർമ്മത്തിന് അപക്ഷയമുണ്ടാവുകയും എന്നാൽ അധർമ്മം അഭ്യുദാനം ചെയ്യുന്ന അവസരത്തിൽ സാധു സംരക്ഷണത്തിനായി പരിത്രാണായ സാധൂനാം ഞാൻ അവതരിക്കുന്നു എന്നിട്ട് വിനാശായ ച ദുഷ്കൃതാം എന്ന് ഭഗവാൻ പ്രഖ്യാപിക്കുന്നു, നമുക്ക് വാക്ക് തരുന്നു. ഭഗവാന്റെ വാക്കാണിത്. അപ്പോൾ ഈ ശ്ലോകം നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതേ ശബ്ദം കൊണ്ട് ആരംഭിക്കുന്ന ഗീതയും ധർമ്മക്ഷേത്രേ. ഈ ധർമ്മക്ഷേത്രത്തിൽ ആരാണ് ഉള്ളത്?
പാണ്ഡവാദികളാണ് നിൽക്കുന്നത്. ധർമ്മപ്രതീകങ്ങളായിട്ടുള്ള പാണ്ഡവാദികളുണ്ട്. ഇനി കുരുക്ഷേത്രേ, അവിടെ കൗരവന്മാരുണ്ട്. കർമ്മത്തിൻ്റെ പ്രതീകങ്ങളായ കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യ, ഡംബ, അസൂയാദി വികാരങ്ങളാണ് കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യാൻ നിൽക്കുന്നത്. കേവലം ബാഹ്യമായിട്ടുള്ള ഒരു യുദ്ധമല്ല. ധൃതരാഷ്ട്രരുടെ ഒരു ചോദ്യത്തിൽ ബാഹ്യമായ ഈ യുദ്ധം നടന്നിരിക്കാം. ചരിത്രപരമായിട്ടുള്ള സ്ഥൂലമായിട്ടുള്ള പശ്ചാത്തലങ്ങൾ ഭഗവത്ഗീത രണരംഗഭൂമിയൊക്കെ നോർത്തിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് ഭഗവത്ഗീത ഉപദേശം ചെയ്തത്, ഇവിടെയാണ് യുദ്ധമുണ്ടായത്, അല്ലേ? ഇതൊക്കെ നമുക്ക് സ്ഥൂലമായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ ഇതിനൊരു സമാധി ഭാഷയുണ്ട്, ഇതിനൊരു ആധ്യാത്മിക തലമുണ്ട്. ആ തലത്തെ സ്പർശിച്ചുകൊണ്ട് ഇതിനെ മനനം ചെയ്യാൻ ശ്രമിക്കുന്നിടത്താണ് ഗീതയ്ക്ക് പ്രാധാന്യമുണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ധൃതരാഷ്ട്ര സ്വഭാവത്തിൽ നിന്ന് ധൃതരാഷ്ട്രർക്ക് ഒരു പരിണാമമുണ്ടാകുന്നു. ധൃതം രാഷ്ട്രം ഇതി ധൃതരാഷ്ട്ര, തൻ്റേതല്ലാത്ത വസ്തുവിൽ താനെന്ന ബുദ്ധി വെക്കുന്നത്, എൻ്റേതല്ലാത്ത വസ്തുവിൽ ഇത് എൻ്റേതാണ്, ഞാനെന്നും മമ എന്നും, അല്ലേ, എൻ്റേതെന്നും എനിക്കുള്ളതെന്നും ഉള്ള കാര്യങ്ങൾ നമ്മളെ എപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്ന വികാരങ്ങളാണ്. ഈ വികാരത്തിൻ്റെ പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ രണരംഗഭൂമി കുടികൊള്ളുന്നത് നമ്മുടെ ഹൃദയത്തിൽ തന്നെയാണ്. രാവിലെ എഴുന്നേറ്റത് മുതൽ കാമക്രോധാദികൾ കൊണ്ടുള്ള യുദ്ധം നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ പാണ്ഡവാദികളുമുണ്ട്, അല്ലേ? നമ്മുടെ ഉള്ളിൽ കൗരവാദികളുമുണ്ട്. യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ യുദ്ധത്തിനൊരു അവസാനമില്ലേ? ഇവിടെ ഞാൻ ആരെയാണ് ചിന്തിക്കേണ്ടത്? എൻ്റെ ചിത്തത്തെയല്ലേ ഞാൻ നിരീക്ഷിക്കേണ്ടത് എന്ന ബോധത്തിൽ നിന്നുമാണ് ധൃതരാഷ്ട്രര് ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും കുറച്ച് വ്യതിയാനം വന്ന മനസ്സിന് കുറച്ച് വ്യതിചലനമുണ്ടായി. എന്തിലേക്ക് വ്യതിചലനമുണ്ടായി? എനിക്ക് മാറ്റം വരണം, എൻ്റെ അന്ധതയ്ക്ക്, എൻ്റെ അജ്ഞതയ്ക്ക് ഒരു അവസാനം വരണമെന്ന് ചിന്തിക്കുന്ന ഒരു ധാർത്തരാഷ്ട്രന്മാരെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഭഗവാനെ അജ്ഞത നിൽക്കുന്ന, അന്ധകാരം നിൽക്കുന്ന, അറിവില്ലായ്മയെ തുടച്ചു മാറ്റുന്ന ജഗൽഗുരുവായി ഭഗവത്ഗീത ഉദ്ഘോഷിക്കുന്നത്. കൃഷ്ണം വന്ദേ ജഗദ്ഗുരും എന്നാണ് പറയുന്നത്. അവിടെ ജഗദ്ഗുരുവായിട്ടാണ് കൃഷ്ണൻ. ഒരാൾ എന്നോട് ചോദിക്കുകയുണ്ടായി, ഒരു ഗുരുജി, കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എന്താ? കൃഷ്ണൻ, അപ്പോൾ ഉടനെ നമ്മൾ പറയുന്നത് നിർവചനം, കർഷതീതി കൃഷ്ണ, ആകർഷിക്കുന്നവനാണ് കൃഷ്ണൻ. ശരി, എന്തിനോടുള്ള ആകർഷണം? എന്തിനാണ് കൃഷ്ണൻ ആകർഷിക്കുന്നത്? നമുക്ക് പ്രാപഞ്ചികമായി പല ആകർഷണങ്ങളുണ്ടാവും. ഒരു കാമുകന് കാമുകിയോട് ആകർഷണമുണ്ടാവും. പല ദൃശ്യവസ്തുക്കളിലും ആകൃഷ്ടരാണ് നമ്മളെങ്കിൽ അതിൽ പോയി ചാടി പല അബദ്ധങ്ങളും നമുക്ക് പറ്റും, അല്ലേ? ഈ രാജ്യത്തിലും ദേഹത്തിലും ഒക്കെ നമ്മൾ ആകൃഷ്ടരാകാറുണ്ട്. അതാണോ കൃഷ്ണൻ? അല്ല. പിന്നെ എന്താണ്? അട്രാക്ഷൻ ടുവേർഡ്സ് വാട്ട്? എന്തിനോടുള്ള ആകർഷണം എന്ന് ചോദിച്ചു. അറിയില്ല. എല്ലാത്തിനെയും ആകർഷിക്കുന്നു എന്ന് പറയണു. അങ്ങനെയല്ലല്ലോ അതിൻ്റെ താത്വികമായ അർത്ഥതലം. അപ്പോൾ ഗുരുജി പറയുകയാണ്, അട്രാക്ഷൻ ടുവേർഡ്സ് നോളജ്, അല്ലേ? അറിവിനോടുള്ള ആകർഷണം, വിശുദ്ധത്തിനോടുള്ള, വിജ്ഞാനത്തോടുള്ള ആകർഷണം, പ്രജ്ഞാനം ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ എന്നുള്ള ആ തത്വങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അറിവാണീശ്വരൻ. ഈ അറിവ് ഉള്ളിലേക്ക് വരുമ്പോൾ അജ്ഞരായ, അന്ധരായ ധാർത്തരാഷ്ട്ര സ്വഭാവം, ദുര്യോധനാദി സ്വഭാവങ്ങളൊക്കെ ഇല്ലാണ്ടാവുന്നു. അപ്പോഴാണ് ജഗൽഗുരുവായി കൃഷ്ണൻ നമ്മുടെ മുൻപിലിരുന്ന് ഗീതാലാപനം ചെയ്യുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ആ ഋഷിമാരുടെ വചനങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ധൃതരാഷ്ട്രനിൽ നിന്നും സഞ്ജയനിലേക്കുള്ളൊരു പരിണാമം ഭഗവത്ഗീതയിൽ കാണുന്നത്. ദിവ്യ ചക്ഷുസ് നൽകി എന്ന് പറഞ്ഞില്ലേ? നമ്മളൊക്കെ പറയാറുണ്ട് മൂന്നാം കണ്ണ് തുറക്കണം എന്ന്. അപ്പം ശിവന്റെ മൂന്നാം കണ്ണ്, തൃക്കണ്ണ് തുറന്നു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം ഭസ്മമായി പോകും, പ്രളയം വരും എന്നൊക്കെ നമ്മൾ കഥകളിലും മറ്റും പഠിച്ചിട്ടുണ്ടല്ലേ? പ്രളയം എന്ന് പറഞ്ഞാൽ ഒരു സുനാമി മോഡലിലുള്ളൊരു സംഗതി വന്നു കയറിപ്പോയി എല്ലാം അതിൽ ലയിക്കും എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ആയിരിക്കാം. പക്ഷേ പ്രളയം എന്ന് പറഞ്ഞാൽ പ്രകർഷേണയുള്ള ലയമാണ് എന്ന് ഋഷി പരമ്പര നമ്മളോട് പറയുന്നു. അദ്വൈത ബോധത്തിലുള്ള, ഞാൻ എന്ന ബോധത്തിൽ, എന്നെ ഞാനാക്കുന്ന ബോധത്തിൽ കുടികൊള്ളുന്ന ഒരു സംഗതിയാണ് പ്രളയം. അവിടെ യോദ്ധാക്കളില്ല, അവിടെ കുരുക്ഷേത്ര ഭൂമിക്ക് സ്ഥാനമില്ല. അവിടെ എന്തുമാത്രമേ ഉള്ളൂ? സദ്വികാരങ്ങളും സദ്ഗുണങ്ങളും ഒക്കെ നമ്മളെ ജീവാത്മാ പരമാത്മാ ഐക്യത്തിലേക്ക് നയിക്കുന്ന ഒരു അനുഭൂതിയാണ്, ബോധം, ഞാനുണ്ട് എന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ ഉയർത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സഞ്ജയൻ ദിവ്യ ചക്ഷുസുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാം കണ്ണെന്ന് പറഞ്ഞ ഉൾക്കണ്ണാണ്.
കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവാനന്ദം എന്തു ഹരി നാരായണായ നമ. കണ്ണിൻ്റെ കണ്ണ്, ഉൾക്കണ്ണ്. ഈ ഉൾക്കണ്ണ് തുറക്കണം നമുക്ക്. അല്ലാതെ ഇവിടെ നമുക്ക് തുറന്നു നോക്കിയാൽ കണ്ണ് കാണാൻ പറ്റില്ല, അല്ലേ? നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇതിന് ത്രിപുടി നീങ്ങുക എന്ന് പറയും. എന്തിന്? നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തത്വം തന്നെ ഇതാണ്. ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് നെയ്നാളികേരം നിറയ്ക്കാറുണ്ട് സ്വാമിമാർ, അല്ലേ? 3 കണ്ണുണ്ട് നാളികേരം എന്ന് പറയുമ്പോൾ. അതിൽ 3-ാം കണ്ണ് തുറക്കപ്പെടണം. അതിലാണ് നെയ്യ് ശേഖരിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം ആ നെയ്യ് ഭഗവാനിൽ അഭിഷേകം ചെയ്ത് അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ, പുറം ഭാഗങ്ങൾ അവിടെയുള്ള ആഹൂതിയിലേക്ക്, അഗ്നിയിലേക്ക് ഇടുകയാണ്. അപ്പോൾ ശരീരം നശിച്ചാലും സ്വരൂപം ഭഗവത് പ്രാപ്തി ഉള്ളതായി തീരുന്നു എന്നുള്ള ആ തത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. ത്രിപുടി എറിഞ്ഞുടയ്ക്കുകയാണ്. ഏതൊരു തീർത്ഥാടനത്തിന് പോകുമ്പോഴും നമ്മൾ നാളികേരം ഉടയ്ക്കുന്ന ഒരു പദ്ധതിയുണ്ട്, അല്ലേ? അപ്പോൾ ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. ആ ജ്ഞാനചക്ഷുസ് എന്ന് പറയുന്നതാണ് സമ്യക്കായിട്ടുള്ള വിജയം, സഞ്ജയൻ എന്ന് പറയുന്നത്. ആ സഞ്ജയൻ്റെ രീതിയിൽ സമ്യക് ദർശനം ഉണ്ടാകുക, സമദർശനം ഉണ്ടാകുക. അപ്പോൾ ധൃതരാഷ്ട്രർ എന്ന് പറയുന്ന കാമക്രോധാദി ഭാവങ്ങളിൽ നിന്നും ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു പരിണാമം സഞ്ജയനിലേക്ക്. ഇനി മറ്റൊരു പരിണാമം അർജുനനിലേക്ക്, അർജുനനിൽ നിന്ന് ഭഗവാനിലേക്കുള്ളൊരു പരിണാമം. ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തമൊക്കെ മനുഷ്യൻ വരെ ആയി കഴിഞ്ഞപ്പോൾ സ്റ്റോപ്പായി. പക്ഷേ നമ്മളുടെ ഋഷി പറയുന്നു ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു അനസ്യൂതം. എവിടം വരെ? അദ്വൈത ബോധത്തിൽ ഇത് ലയിക്കും വരെ എന്നുള്ളതാണ്. അവിടം വരെ ഈ പരിണാമം നമുക്കുണ്ടാവുന്നു. അപ്പോൾ ധൃതരാഷ്ട്രരുടെ ചോദ്യം ഇവിടെ അർജുനനെ ഒരു വിഷാദത്തിലേക്ക്, അല്ലേ? വിഷാദം പലപ്പോഴും ഒരു രോഗമാണ് ജീവിതത്തിൽ. പക്ഷേ ഇവിടെ വിഷാദയോഗമായിട്ട് അത് പരിണമിക്കുന്നു. ധാരാളം ഡിപ്രസ്ഡ് ആയിട്ടുള്ള, വെറീഡ് ആയിട്ടുള്ള, ടെൻഷൻ പിടിച്ച ഈ ജീവിതത്തിനിടയിൽ ഇങ്ങനെയുള്ള വിഷാദം കലർന്നവരെ, ഉന്മാദാവസ്ഥയിൽ എത്തിയവരെയൊക്കെ നമ്മൾ അഭിമുഖീകരിച്ചിരിക്കും. പക്ഷേ ഇതല്ല. ഈ വിഷാദം യോഗത്തിലേക്കുള്ള ഒരു കാൽവയ്പ്പാണ്. സത്യത്തിൽ ധ്യാന ശ്ലോകം മുൻപിലുണ്ടെങ്കിലും അർജുന വിഷാദ യോഗം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അതൊരു മെഡിറ്റേറ്റീവ് മൈൻഡിനെ ഉണ്ടാക്കി തീർക്കുന്നതാണ്. ഒരു ധ്യാനസമമായിട്ടുള്ള ഒരു അവസ്ഥയെ നമുക്ക് സംജാതമാക്കുന്ന ഒന്നാണ് എന്ന് പറയേണ്ടി വരും. ഇതും ഒരു ധ്യാനം തന്നെ എന്നുള്ളതാണ്. അപ്പോൾ ധർമ്മശബ്ദം കൊണ്ട് ആരംഭിക്കുന്ന ഭഗവത്ഗീത ഇവിടെ ധൃതരാഷ്ട്രർ പറയുന്നു, മാമകാഹ പാണ്ഡവാചൈവ കിം അകുർവത സഞ്ജയ. എൻ്റെ മാമകന്മാര്, എൻ്റെ ആൾക്കാര് പാണ്ഡവന്മാർ. അപ്പം എൻ്റേതെന്നും നിൻ്റേതെന്നുമുള്ള ഒരു ബുദ്ധി, ഭിന്നമായിട്ടുള്ള ഒരു അവസ്ഥ അദ്വൈതത്തിലാണ് കിടക്കുന്നത്, അല്ലേ? നമ്മൾ അദ്വൈതത്തിലേക്ക് കൊണ്ടുപോകുന്ന ഗീത ദ്വൈതം എന്താണെന്ന് നമ്മളെ പറഞ്ഞു മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ചുവന്ന പുഷ്പത്തിൻ്റെ മുകളിലൊരു സ്ഫടികം വെച്ചാലും സ്ഫടികത്തിലൂടെ നോക്കിയാൽ അത് ചുവന്ന കളറല്ലേ? സ്ഫടികത്തിൻ്റെ നിറവും ചുവന്നതായി തോന്നുന്നത് പോലെ എല്ലാത്തിനെയും ഇങ്ങനെ വിഘടിപ്പിച്ചു കാണാനാണ് നമുക്ക് താല്പര്യം. ആ രണ്ടല്ലാത്തതിലേക്ക് നമ്മളെ ഉയർത്തുന്നു. ധൃതരാഷ്ട്രരാവാനും അപ്പോൾ ഒരു യോഗ്യതയുണ്ട്, അല്ലേ? ധൃതരാഷ്ട്രർക്കും ഇവിടെ ഒരു യോഗ്യതയുണ്ട്. അംബാംബിക, അംബാലിക എന്ന് പറയുന്ന സ്വയംവരത്തിന് തയ്യാറായി നിൽക്കുന്ന 3 സ്ത്രീകളെ, കന്യകകളെ ബലമായി പിടിച്ചുകൊണ്ടുവന്നു, അല്ലേ? അവരുടെ കോപതാപങ്ങൾ ഈ പുരുഷവർഗത്തോട് മുഴുവനുണ്ട്. ഈ ഗുരുക്കന്മാരോട് മുഴുവൻ അവർക്ക് പ്രതികാരമുണ്ട്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് വേദവ്യാസ മഹർഷിയോട് സത്യവതി പറയുന്നു, ഇവിടെ പൈതൃകം നിർത്താൻ ആരുമില്ല, അതുകൊണ്ട് ഇവരിൽ സന്താനോൽപാദനം ചെയ്യണം. അമ്പ പോയി, ബാക്കിയുള്ള 2 പേരിൽ സന്താനോൽപാദനം ചെയ്യണം എന്ന് പറയുന്നു. അപ്പോൾ വേദവ്യാസ മഹർഷി പറഞ്ഞൊരു കാര്യം ഇതാണ്, അമ്മേ കാലം സമാഗതമാവട്ടെ. കാരണം അവരുടെ കോപതാപങ്ങളൊക്കെ ഒന്ന് സെറ്റിലാവട്ടെ, അവരുടെ മനസ്സിൽ നന്മ പ്രകാശിക്കട്ടെ. അല്ലാത്തിടത്തോളം കാലം വെറും കാമകേളികളുടെ ഉപോൽപ്പന്നമായി മാറും കുട്ടികൾ, സൽസന്തതികൾ ഉണ്ടാവില്ല. പക്ഷെ അമ്മയുടെ ശാഠ്യം, അമ്മയുടെ ദുശാഠ്യം എന്നേ പറയേണ്ടു. വേദവ്യാസ മഹർഷിക്ക് അനുസരിക്കാതെ ഇരിക്കാൻ വയ്യ. അങ്ങനെ ഭയത്തിൻ്റെയും ഭ്രമത്തിൻ്റെയും കാമത്തിൻ്റെയും അർത്ഥത്തിൻ്റെയും സന്താനങ്ങൾ ഉണ്ടായി. ഷോഡശ സംസ്കാരങ്ങളിൽ ഗർഭാധാനം എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു പദ്ധതിയാണ്, അല്ലേ? ദമ്പതികൾ വ്രതത്തോടുകൂടി സൽസന്താനങ്ങളെ ഉണ്ടാക്കുവാൻ വേണ്ടി വ്രതം ചെയ്യണം. ബോധപൂർവം
ചെയ്യുന്നൊരു പ്രക്രിയയാണ് എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് കുട്ടികളുണ്ടായി എന്നേ പറയുള്ളൂ. അബദ്ധത്തിലുണ്ടായി പോകുന്നതല്ല പ്രജകൾ. സൽസന്താനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനകളും യജ്ഞങ്ങളും യാഗങ്ങളും ചെയ്ത എത്രയെത്ര കഥകളാണ് നമുക്ക് മുന്നിലൂടെ കടന്നു പോയിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷേ വേദവ്യാസ മഹർഷിയുടെ ആ വാക്കുകൾ ചെവിക്കൊള്ളാത്ത അമ്മയ്ക്ക് നിർബന്ധത്തിന് വഴങ്ങി ഇവിടെ ഉണ്ടായി അർത്ഥത്തിൻ്റെ പ്രതീകമായി ധാർത്തരാഷ്ട്രന്മാര്. ഇപ്പോഴും ഉണ്ട് അല്ലേ? കാമത്തിൻ്റെ പ്രതീകമായി പാണ്ഡു. അപ്പം അവരുടെ സന്താനങ്ങളും ഈ കാമക്രോധാദിക സംഭവങ്ങളാൽ കലുഷിതമായി ഈ ജീവിതമാകുന്ന രണരംഗത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ്, മാറിത്തുടങ്ങുന്നു എന്നുള്ളൊരു താല്പര്യം വരുമ്പോഴാണ് ഭഗവാൻ കൃഷ്ണൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നത്, ഗുരുപരമ്പരയുടെ അനുഗ്രഹം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ധൃതരാഷ്ട്രം നമ്മളെ ഭരിക്കുന്നത് എങ്ങനെയാണ്? ധൃതം, നമ്മളെല്ലാത്തിനെയും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റേത്, എനിക്കുള്ളത്. ഇനി എന്താണോ, അറിവില്ലാത്ത ആളാണോ ധൃതരാഷ്ട്രര്? അജ്ഞാനിയാണോ? പലപ്പോഴും അജ്ഞാനി എന്നുള്ള ശബ്ദം കൊണ്ട് നമ്മൾ വിചാരിക്കും അയാൾക്ക് ഒരു വിവരവും ഇല്ല എന്നുള്ളത്. ഒരിക്കലുമല്ല. അദ്ദേഹം ശാസ്ത്രജ്ഞാനം ചെയ്ത ഒരാളാണ്, അദ്ദേഹത്തിന് ജ്ഞാനമുണ്ട്. പക്ഷേ പ്രാവർത്തികമാക്കാനുള്ള സദ്യബുദ്ധിയിലേക്ക് അദ്ദേഹം വരാറില്ല അല്ലേ? ജാനാമി ധർമ്മം നജമേ പ്രവർത്തി, ജാനാമി അധർമ്മം നജമേ നിവൃത്തി എന്നാ പറയണം. വേദവ്യാസ മഹർഷിയോട്, പിതാവായ വേദവ്യാസനോട് ധൃതരാഷ്ട്രർ സംവദിക്കുന്നൊരു ഭാഗം മഹാഭാരതത്തിലുണ്ട്. യഥാ ഭവാൻ വേത്തി തഥാസ്മി വേദ ഭവാ ഭവോ മേ വിദിതൗ യഥാർത്ഥൗ സ്വാർത്ഥൈഹി സമ്മുഹ്യതി താത ലോകാഹ മാം ച അപി ലോകാത്മകമേവ വിധി. നോക്കൂ, അല്ലയോ അച്ഛ, അച്ഛൻ കാണുന്നത് പോലെ ഞാനും ഈ ലോകത്തെ കാണുന്നുണ്ട്. അച്ഛൻ എങ്ങനെയാണോ ലോകത്തെ നോക്കി കാണുന്നത് ഞാനും കാണുന്നുണ്ട്. പക്ഷേ ലോകാത്മകമേവ വിധി, ഈ ലോകം സകല കാമനകളുടെയും പ്രതീകമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ദൃശ്യവസ്തുക്കളിൽ ഇങ്ങനെ ഭ്രമം പിടിച്ച്, ഭ്രമം ബാധിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യം, സ്വത്ത്, സമ്പത്ത്, ഇങ്ങനെ എന്തിലൊക്കെയോ പിടിമുറുക്കിയിരിക്കുകയാണ്. അതിനു പിന്നാലെ ലോകം സഞ്ചരിക്കുമ്പോൾ എനിക്കിതൊന്നും ശരിയല്ല എന്നറിയാം. പക്ഷേ അതിൽ നിന്ന് നിവർത്തിക്കാൻ എനിക്ക് ശക്തിയില്ല. ലോകം എങ്ങനെ പോകണോ ഞാനും അങ്ങനെ പോകുന്നുള്ളൂ. നമ്മളും അങ്ങനെ പറയാറില്ലേ? അപ്പോൾ എവിടെ ധൃതരാഷ്ട്രരിയ്ക്കുന്നു? നമ്മുടെ ഉള്ളിലുണ്ട് ധാർത്തരാഷ്ട്രർ. നമ്മളെ ഭരിക്കുന്നത് ഇത്യാദി ചിന്തകളല്ലേ അല്ലേ? ഇപ്പം ചിലർ പറയും പബ്ലിക് പ്ലേസിൽ പ്ലാസ്റ്റിക് വലിച്ചെറിയരുത് അല്ലേ, പുഴയിൽ മണലെടുക്കരുത്, പുഴ അശുദ്ധമാക്കരുത്. ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ ആരും ഇല്ലയെന്ന് ഉറപ്പാക്കിയിട്ട് വേസ്റ്റ് വലിച്ചെറിയരുത് അവിടെ എഴുതിയിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ അവിടെ തന്നെ ഇടും നമ്മൾ അല്ലേ? ചുമരിൽ ചന്ദനം തേക്കരുത് എന്ന് ക്ഷേത്രങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനടുത്തുകൊണ്ട് തന്നെ ചന്ദനം തേക്കുന്ന എത്ര പേരെ കണ്ടിട്ടുണ്ട്? ഒന്ന് നോക്കൂ. അപ്പോൾ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാനുള്ള ഒരു പ്രേരണ. ഇതാണ് ധാർത്തരാഷ്ട്രൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ ഏറെക്കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ എന്താണ് വഴി? അത് നമ്മളെ സ്വയം മനനം ചെയ്യുന്നിടത്താണ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുക. എല്ലാവർക്കും ഈ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും, ഇത് പരിശോധിച്ച് നോക്കിയാൽ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? തത്വജ്ഞാനി ആയിരിക്കണം രാജാക്കന്മാർ എന്നാണ് പറയുക. ഇവിടെ രാജാവാണല്ലോ, ധൃതരാഷ്ട്ര മഹാരാജാവാണല്ലോ. അദ്ദേഹം തത്വജ്ഞാനി ആയിരിക്കണം, നിസ്സംഗത പാലിക്കണം. പക്ഷെ അതിന് സാധിക്കാതെ സ്വയം ഇങ്ങനെ കലുഷിതമായ ബുദ്ധിയിൽ അന്ധനായി ഇങ്ങനെ പ്രവർത്തിക്കുകയാണ്. ഈ ധൃതരാഷ്ട്രരെ അനുകരിക്കുന്ന ആളുകളൊക്കെ കണ്ണുകെട്ടിയിരിക്കേണ്ടി വരും. അതാണ് ഗാന്ധാരി കണ്ണുകെട്ടി എൻ്റെ ഭർത്താവിന് കാഴ്ചയില്ല, എനിക്കും കാഴ്ച വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത്. എന്നിട്ട് മക്കളെ യുദ്ധത്തിന് പോകുമ്പോൾ അനുഗ്രഹിക്കുന്നത് എന്താണ്? എവിടെയാണോ ധർമ്മം ഉള്ളത് അവിടെ വിജയമുണ്ടാകട്ടെ എന്ന് പറഞ്ഞൊരു അനുഗ്രഹവും കൊടുക്കുന്നു. പക്ഷെ തങ്ങളുടെ മക്കൾ ധർമ്മത്തിലൂടെയാണോ സഞ്ചരിക്കുന്നത് എന്ന് നോക്കാനുള്ള കണ്ണുകൾ അമ്മ തുറന്നു വെച്ചിരുന്നില്ല. വാത്സല്യം കൊണ്ട്, ആശയം കൊണ്ട് വ്യക്തികളോടൊക്കെ നമ്മൾ അന്ധരായി പലപ്പോഴും പെരുമാറുണ്ട്. അപ്പോൾ ധൃതരാഷ്ട്ര സ്വഭാവം ആരൂഢമായിരിക്കുന്നു. ഇതിൽ നിന്നൊരു മാറ്റം എല്ലാം ഇതൊക്കെ വിസ്തരിച്ചു പറഞ്ഞ ശേഷവും ഇദ്ദേഹം ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാകണം, ഒരു പരിണാമത്തിന് തുടക്കമിടുകയാണ് ഭഗവത്ഗീത എന്നുള്ളത്. അപ്പം മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം നജ ശ്രോത്ര ജിഹ്വേ നജ ഘ്രാണനേത്രേ നജ വ്യോമഭൂമിർന തേജോന വായുച്ചിദാനന്ദരൂപം ശിവോഹം ശിവോഹം എന്ന് ഭജിക്കേണ്ട കാലത്തിലെങ്കിലും ഈ മനസ്സും ബുദ്ധിയും ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ കൂട്ടുപിടിച്ച് എന്തൊക്കെയോ യാത്ര പ്രാണൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ധാർത്തരാഷ്ട്രനിൽ നിന്നും ഇപ്പം സഞ്ജയനിലേക്ക്, ഇനി സഞ്ജയനാ സംസാരിക്കാൻ പോകുന്നത്. സഞ്ജയൻ പറഞ്ഞു കൊടുക്കുകയാണ്, ദൃഷ്ട്വാ തു പാണ്ഡവാനീകം
വ്യൂഢം ദുര്യോധനസ്തത. ഇത് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ പിന്നെയും വിശദീകരിക്കുന്ന ഒരു രീതിയിൽ വരിക. അത് കണ്ടിട്ട്, അപ്പം എങ്ങനെ കണ്ടിട്ട്? ഇത്ര നാളും ഒരു മനനസ്ഥിതിയിലായിരുന്നു. ചിത്രശലഭത്തിൻ്റെ ഒരു പ്രാരംഭദശ നമ്മൾ കണ്ടിട്ടില്ലേ? ഒരു പ്യൂപ്പ അല്ലെങ്കിൽ ഒരു ലാർവയുടെ ഒരു സ്ഥിതിയാണ് അതിനല്ലേ. അതിങ്ങനെ ധ്യാനാവസ്ഥിതമായിട്ട് ഇങ്ങനെ ഇരിക്കും. പക്ഷെ അതിന് ചിറക് മുളയ്ക്കുന്നെന്ന് അതിന് ബോധമുണ്ടാകുന്നു. അത് സഞ്ചരിക്കാൻ തുടങ്ങുന്നു, അത് വ്യവഹരിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ആ അവസ്ഥയിലേക്കുള്ളൊരു പരിണാമം ഇവിടെ ഉണ്ടായതിൻ്റെ ഒരു ഫലമാണ് ഈ അറിവിൽ ആരാണോ നിലകൊള്ളുന്നത് അവൻ്റെ ശരീരം, അവൻ്റെ മനസ്സ് ധർമ്മക്ഷേത്രത്തിലാണ്. ഇനി ഇതിന് വിരുദ്ധമായ കാമക്രോധാദികളാണോ നിങ്ങളെ ഭരിക്കുന്നത്, നിങ്ങൾ കുരുക്ഷേത്രത്തിലാണ് എന്ന് പറയേണ്ടി വരും. അപ്പം ഇങ്ങനെ ആ ഒരു ഭാവത്തിലൂടെ കരേരി ധൃതരാഷ്ട്രൻ്റെ ഈ ചോദ്യം, നമ്മൾ ആവശ്യമില്ലാത്തത് ചോദിക്കാൻ നമ്മുടെ നാവ് പലപ്പോഴും അല്ലേ, നമ്മുടെ നാവ് ജിഹ്വാഗ്രേ ബാന്ധവ ശത്രു എന്നാണ് പറയുക. നമ്മുടെ നാവിൻ്റെ അറ്റത്ത് തന്നെ ബന്ധുവുമുണ്ട് ശത്രുവുമുണ്ട്. വേദം പറയാറുണ്ട് ജിഹ്വാമേ മധുമത്തമ എന്ന് പറയാറുണ്ട്. ഒരു ചെറിയ കുട്ടിക്ക് നാവിൽ നമ്മൾ എന്ത് തേച്ച് കൊടുക്കും? തേന് പുരട്ടി കൊടുക്കാറുണ്ട്. എന്തിനാ അത് ചെയ്യണത്? ആദ്യം മധുരിക്കാനോ, നമ്മളോട് സ്നേഹം ഉണ്ടാകാനോ? അല്ല, മധുരമായുള്ള ഭാഷയിലേക്ക് അവനെ നയിക്കാനാണ്. ഈ ഒരു സങ്കല്പമില്ലാതെ ഇത്തരത്തിലുള്ള ചടങ്ങ് വെറും ഒരു വ്യായാമം പോലെ ചെയ്തു തീർക്കുന്നുണ്ടെങ്കിൽ ഇതിനൊരു സങ്കല്പവും ഇല്ല. അവൻ്റെ വാക്ക് മധുരമാവുകയൊന്നുമില്ല, അവന് വിദ്വേഷഭാവം ഉണ്ടായി എന്ന് വരാം. അപ്പം സങ്കല്പമാണ് നമ്മളിൽ ഭാവങ്ങൾ സൃഷ്ടിക്കുന്നത്. ആ വിചാരമാണ് വാക്കുകളായിട്ട് മാറുന്നത്, അതാണ് പ്രവൃത്തിയായിട്ട് മാറുന്നത്, അതാണ് ശീലമായിട്ടും സംസ്കാരമായിട്ടും ഋഷിമാർ പറഞ്ഞ സംസ്കൃതിയെ തന്നെ ഉദ്ധരിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ആ ഒരു രീതിയിൽ പരിണമിക്കാനുള്ള ഒരു ഭംഗി ഭഗവത്ഗീത പഠനത്തിനുണ്ട് എന്നുള്ളതാണ്. ഒരു യോഗി, ഒരു മഹാത്മാവ് പറയുകയുണ്ടായി, പ്രാപഞ്ചിക മനസ്സ് ഒരു വ്യക്തിയുടെ അഹംബോധത്തിലേക്ക്, അവൻ്റെ ആപത്കാലഘട്ടങ്ങളിൽ അവൻ്റെ ഉള്ളം അവനോട് തന്നെ സംവദിക്കുന്നുവോ അതാണ് ഭഗവത്ഗീത എന്ന് പറയുകയുണ്ടായി. അപ്പം നമ്മളൊരു ആന്തരികമായ നിരീക്ഷണമൊക്കെ നടത്തുന്നത് നല്ലതായിരിക്കും. ഒന്നും ചെയ്യാനില്ല, വെറുതെ ഇരിക്കുകയാണെങ്കിൽ മൊബൈലിൽ A to Z നമ്മൾ സ്ക്രോൾ ചെയ്യാറുണ്ട്. വാട്സപ്പ്, ഫേസ്ബുക്ക്. ഒരു വ്രതം അനുഷ്ഠിക്കുമ്പോൾ പോലും നമുക്ക് ശാന്തമായി ഒരു അന്തർമുഖത്വം ഉണ്ടാകുന്നില്ല. അന്തർമുഖ സമാരാധ്യ, ദേവിക്ക് ഒരു പേര് പറയും, ബഹിർമുഖ സുദുർലഭ. പുറത്തന്വേഷിക്കുന്നതിനേക്കാൾ നമ്മൾ അകത്തൊരു നിരീക്ഷണം നടത്തണം. ഇവിടെ അർജുനൻ ചെയ്യാൻ പോകുന്നതും അത് തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, അപ്പോൾ എണ്ണിയാലൊടുങ്ങാത്ത ദുർഗുണങ്ങളെ കുരുക്ഷേത്ര ഭൂമിയിൽ പറഞ്ഞു. ധർമ്മക്ഷേത്രത്തിൽ സദ്ഗുണവൃത്തികളെയും പറഞ്ഞു. ഇപ്പം 101 കൗരവന്മാർ. ഒരു നമ്പർ പറയുമ്പോൾ അല്ലേ, ദുര്യോധനൻ മുതൽ ദുശ്ശല വരെ ഇങ്ങനെ നീണ്ടു കിടക്കുന്നു എന്നുള്ളതാണ്. ദുർഗുണങ്ങളുടെ പ്രതീകം ദുര്യോധനൻ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? സുയോധനനായിരുന്നു, ദുര്യോധനനായി. ധനത്തെ ദുർവ്യയം ചെയ്യുന്നവനാണ് ദുര്യോധനൻ. ലക്ഷ്മി ദേവിയെ, സമ്പത്തിനെ, ഐശ്വര്യത്തിനെയൊക്കെ ദുർവ്യയം ചെയ്യുന്നു, അതിനെ നല്ല രീതിക്ക് ഉപയോഗിക്കുന്നില്ല. ദുശാസനൻ, തെറ്റായ ശാസനം പുറപ്പെടുവിപ്പിക്കുന്നവനാണ് ആര്? ദുശാസനൻ. നമ്മൾ തെറ്റായ ശാസനം പുറപ്പെടുവിപ്പിക്കാറില്ലേ? നമ്മുടെ മക്കളോട്, നമ്മുടെ ബന്ധുക്കളോട് അല്ലേ, നമ്മുടെ ആജ്ഞയെ അനുസരിക്കുമെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ആളുകളോടൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അനുസരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. പകരം ശാസന എന്ന് പറയുന്നത് ധർമ്മശബ്ദത്തിൻ്റെ കൂടെ നമ്മൾ ചേർക്കാറില്ല. ഭഗവാന് ശാസ്താവ് എന്നൊരു പേരുണ്ട്. വെറുതെ ഒരു ശാസന പുറപ്പെടുവിപ്പിക്കുന്നവനല്ല ശാസ്താവ്, ധർമ്മശാസ്താവാണ്. ധർമ്മത്തെ ശാസിപ്പിച്ച് അനുസരിപ്പിക്കുന്നവൻ ആരോ അവനാണ് ധർമ്മശാസ്താവ് എന്ന് പറയുന്നത്. അജോ ദുർമർഷണ ശാസ്ത വിശ്രുതാത്മാ സുരാരിഹ എന്ന് സഹസ്രനാമം തന്നെ പറയുന്നു. ഈ ശാസ്താവിൻ്റെ ധർമ്മശബ്ദത്തെ മനസ്സിലാക്കാത്ത മാതാപിതാക്കളും അധ്യാപകരും അടങ്ങുന്ന സമൂഹമാണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. നയിക്കാൻ ആളുകളില്ല, ഈ ധർമ്മശാസനം ചെയ്യുവാൻ ആളുകളില്ല. ഒരമ്മ ധർമ്മശാസ്താവായി മാറണം, ഒരു അച്ഛൻ ധർമ്മശാസ്താവായി മാറണം, ഒരു അധ്യാപകൻ ധർമ്മശാസ്താവായി മാറിയാൽ മാത്രമേ നമ്മുടെ ഉള്ളിലുള്ള ദുര്യോധനനെയും ദുശാസനെയൊക്കെ ഓടിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം മറുപുറത്ത് നിൽക്കുന്ന നമ്മളുടെ വികാരങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇതിനോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കണു എന്നുള്ളതാണ്. അപ്പോൾ അർജുനൻ ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ ഉത്തരം വരുന്നത് 2-ാം അധ്യായം തുടങ്ങിയിട്ടാണ്. 4-ാം അധ്യായത്തിൽ അർജുനൻ പറയുന്നുണ്ട് കൃഷ്ണനോട്, എനിക്ക് സാധിക്കുന്നില്ല. അധക്കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിച്ഛന്നഭി വാർഷ്ണേയ ബലാദിവ നിയോജിത. എന്നെ ബലമായി ആരോ ഈ കാമക്രോധാദികളിൽ കൊണ്ട്
ഈ അധർമ്മത്തിൽ കൊണ്ട് തള്ളുന്നു. അതിനെ എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലല്ലോ. ഇത് ചെയ്യണ്ടെന്ന് ഞാൻ വിചാരിച്ചാലും, ഇത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാലും ഞാൻ അത്തരത്തിലുള്ള കർമ്മങ്ങൾക്ക് തന്നെ വിധേയനാകുന്നു ഗോപാല. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയുന്നില്ല കൃഷ്ണ എന്ന് പറഞ്ഞാൽ ഭഗവാൻ അതിൻ്റെ ഉത്തരങ്ങളൊക്കെ കാമയേഷ ക്രോധയേഷ രജോഗുണ സമുത്ഭവ എന്ന് തുടങ്ങി ഉത്തരങ്ങൾ ഇങ്ങനെ ആരംഭിക്കുക. പക്ഷേ ഈ അധ്യായത്തിലൊന്നും ഇല്ല. അടുത്ത അധ്യായം തൊട്ടിട്ടാണ് ഭഗവാൻ സംസാരിച്ചു തുടങ്ങുന്നത്. ഭഗവത്ഗീത തുടങ്ങുന്നത് അടുത്ത അധ്യായം മുതൽ ഏതാണ്ട് ഒരു 11ാമത്തെ ശ്ലോകം തൊട്ടാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത്. അതുവരെ ഭഗവാൻ ഒരു നല്ല ലിസണറാണ്. ഭഗവാൻ ഇന്ന് ശ്രോതാക്കളില്ല അല്ലേ? ഇന്ന് കേൾക്കാൻ ആളുകളില്ല. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ, ഈ അർജുനൻ പ്രശ്നങ്ങളുമായിട്ട് വരുമ്പോൾ, നമ്മുടെ വീട്ടിലുള്ള അർജുനന്മാർ ഇങ്ങനെയുള്ള വിഷാദങ്ങളുമായിട്ട് വരുമ്പോൾ അതിനെ കേട്ട് അവരെ മോചിപ്പിക്കാൻ സമർത്ഥമായൊരു മറുപടി പോലും ഇല്ല. നിനക്ക് അങ്ങനെ തന്നെ വേണമെന്ന് പറയും. അല്ലെങ്കിൽ അടുത്ത ആളെ കണ്ടുപിടിക്കാൻ അച്ഛനും അമ്മയും പറയും, അവനെ കണ്ടുപിടിക്കൂ ഇവനെ കണ്ടുപിടിക്കൂ എന്ന് താരതമ്യം ചെയ്ത് അവനെ വീണ്ടും വീണ്ടും വിഷാദ രോഗിയാക്കി മാറ്റും. നേരെ മറിച്ച് ഇങ്ങനെയുള്ള വിഷാദത്തിൽ പെട്ടു നിൽക്കുന്ന ഒരാൾ ഭഗവാന്റെ അടുത്തെത്തിയപ്പോൾ ഭഗവാൻ അവനെ യോഗിയാക്കി മാറ്റി തന്നോട് ഒരു മാഗ്നറ്റായിരുന്നു ആകർഷിച്ചെടുത്തു. അതാണ് കർഷതീതി കൃഷ്ണ എന്ന് പറയാനായിട്ടുള്ള കാരണം എന്നുള്ളതാണ്. അപ്പം അങ്ങനെ രണ്ട് സൈന്യവും പരസ്പരം പരിചയപ്പെടുത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെയാണ് വീരന്മാരായ പലരെയും ദുര്യോധനൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ സൈന്യത്തിലെയും മറു സൈന്യത്തിലെയും ഒക്കെ തന്നെ. ഇതൊക്കെ വിസ്തരിച്ച് മനനം ചെയ്യാനുള്ള ഒരു സമയമില്ല. എങ്കിലും അർജുനൻ പറയുന്നുണ്ട്, സേനയോരു ഭയോർ മധ്യേ രഥം സ്ഥാപയമേ അച്യുത. ഹേ അച്യുത, ച്യുതിയില്ലാത്തവനെ, നാശമില്ലാത്തവനെ, ഈ സേനയുടെ നടുവിൽ കൊണ്ട് രഥം സ്ഥാപിച്ചാലും എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് എന്താണ്? ഭീഷ്മ ദ്രോണ പ്രമുഖത, ഭീഷ്മരുടെയും ദ്രോണരുടെയും ഒക്കെ നടുവിൽ കൊണ്ട് ഈ സൈന്യത്തിന്, ഈ രഥത്തെ സ്ഥാപിക്കൂ. എന്താണ് രഥം? എന്താണ് രഥം? അവിടെയാണ് കഠോപനിഷത്തിൻ്റെ ഒരു ദർശനവുമായിട്ട് ഗീത കൂടിച്ചേരുമ്പോഴാണ് ഗീത ഉപനിഷത്ത് സത്രം എന്ന് പറയുന്നത് പരിപൂർണമാകുന്നത്. ആത്മാനാം രഥിനം വിദ്ധി ശരീരം രഥമേവതു ബുദ്ധിം തു സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവ ച ഇന്ദ്രിയാണി ഹയാന്യാഹു വിഷയാംസ്തത്ര ഗോചരാൻ ആത്മേന്ദ്രിയ മനോയുക്തം ഭോക്തേർത്യാഹുർ മനീഷിണ എന്ന് കഠോപനിഷത്ത് പറയുന്നത്. ഈ ശരീരം എന്ന് പറയുന്നത് ഒരു രഥമാണ്. രഥി എന്ന് പറയുന്ന ആത്മാവ്, ഈ ശരീരത്തിൻ്റെ ഉടമസ്ഥൻ. രഥി ആത്മാനാം രഥിനം വിധി, ഇതിൻ്റെ ഉടമസ്ഥനാണോ അദ്ദേഹമാണ് രഥി എന്ന് പറയുന്നത്. ശരീരം രഥമേവതു, ശരീരമാണ് രഥം. ഇനിയോ ബുദ്ധിം തു സാരഥിം വിധി, ഈ രഥത്തിൻ്റെ സാരഥി ആരാണ്? ആ രഥത്തിൻ്റെ സാരഥി ആരാണ്? സാക്ഷാൽ കൃഷ്ണനല്ലേ സാരഥി. അപ്പൊ ബുദ്ധി ആരാ? ബുദ്ധിയാണ് ഇവിടെ വിഘടിച്ചു നിൽക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ 18 അക്ഷൗഹിണിപ്പടകളെയും ശ്രദ്ധിച്ചുകൊണ്ട് ആചാര്യമുപസംഗമ്യ രാജ വചനമബ്രവീത്. പാണ്ഡവപ്പടകളെ കണ്ടിട്ട് ദുര്യോധനൻ ദ്രോണരോടും ഭീഷ്മരോടും പറയുന്നൊരു രംഗമുണ്ട്. 18 അക്ഷൗഹിണികളാണുള്ളത്. അതിൽ 11 എണ്ണം കൗരവന്മാരുടേതാണ്, 7 എണ്ണം പാണ്ഡവരുടേതാണ്. അപ്പം എങ്ങനെയാണ് ഇത് വിഘടിച്ചു നിൽക്കുന്നത്? 11 എന്നുള്ള സംഖ്യയ്ക്ക് പഞ്ചേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ 5 അല്ലേ? ജ്ഞാനേന്ദ്രിയങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5 പ്ലസ് മനസ്സ്, ഇത് കൂട്ടിയാൽ 11 ഇന്ദ്രിയങ്ങളായി. അത് ഒരു അക്ഷൗഹിണി എന്നുള്ള രീതിയിൽ 11 അക്ഷൗഹിണി കൗരവന്മാർക്ക്. ഇനി 7 ബുദ്ധിയും അഹങ്കാരവും, ചിത്തത്തിലുള്ള അന്ധകരണത്തിലുള്ള അഹങ്കാരവും അതുപോലെ പഞ്ചഭൂതാത്മകമായ ഈ ശരീരവും കൂട്ടി 7 എന്നുള്ളൊരു നമ്പർ. ഈ 18 എന്നുള്ള സംഖ്യ വെറുതെ ഇട്ടതല്ല, ഇതിന് ആന്തരികമായൊരു അർത്ഥമുണ്ട്. ഈ 18 തത്വങ്ങളെ അധിഷ്ഠാനമാക്കി ചെന്ന് കഴിഞ്ഞാൽ, ഇതിനെ, ഈ ശരീരത്തെ, ഈ രഥത്തെ ജയിച്ചു കഴിഞ്ഞാൽ, ശരീര വികാരാദി വിചാരങ്ങളെ ജയിക്കുന്നവനാണ് തത്വമസി എന്നുള്ള സാക്ഷാത്കാരം. ഇപ്പം ശബരിമലയിൽ തത്വമസി നമ്മൾ കാണുമ്പോൾ ഏതൊരു ക്ഷേത്രത്തിനും അവകാശപ്പെടാവുന്ന ഒരു ആപ്തവാക്യമാണ്. ഏതൊരു തത്വജ്ഞാനിയും എത്തിച്ചേരേണ്ട ഒരവസ്ഥയാണ് തത്വമസി. തത് പ്ലസ് ത്വം പ്ലസ് അസി, അതും നീ ആകുന്നു. അതാണ് ആ ആപ്തവാക്യത്തിൻ്റെ ഈ അക്ഷൗഹിണി വിവരിക്കുന്നതും അത് തന്നെയാണ്. കഠോപനിഷത്തിൻ്റെ ഒരു വെളിച്ചത്തിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. ആദ്യത്തെ 5 പടി എന്ന് പറയുന്നത് 5 ഇന്ദ്രിയങ്ങളാണ്. കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്, പഞ്ചേന്ദ്രിയങ്ങളൊക്കെ ഭഗവതോന്മുഖമായിട്ട് സഞ്ചരിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. ഈ ഇന്ദ്രിയങ്ങളൊക്കെ പലതിലേക്കും ശ്രദ്ധയാണ്. ഇപ്പോൾ കണ്ണുകൊണ്ട്
നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കുന്നില്ല. കാതുകൊണ്ട് ഭഗവത് കീർത്തനം മാത്രമല്ല, പറയുമ്പോൾ ശാന്തി പാഠങ്ങളൊക്കെ പറയും. ഭദ്രം കർണേഭി ശൃണുയാമദേവ ഭദ്രം പശ്യേമ അക്ഷപിർയജത്ര, ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മുടെ കണ്ണ് പല സ്ഥലത്തുമാണ് അല്ലെ വ്യാപരിക്കുന്നത്, ദൃശ്യവസ്തുക്കളിലാണ്. അവിടെ മറ്റൊരു ഗീത പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് രാമായണത്തിൽ, രാമഗീത. ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുന്ന, പേരങ്ങനെ പറഞ്ഞില്ലെങ്കിലും നമുക്ക് പറയാൻ സാധിക്കും. ഈ സ്ഥാനമാനങ്ങളിലും രാജ്യത്തിലും വിഷയങ്ങളിലൊക്കെ ബുദ്ധി വെച്ച് അധികാരത്തിൽ ജ്യേഷ്ഠനെ നിഷ്കാസനം ചെയ്തതിന് അച്ഛനോട് പ്രതികാരം ചെയ്യാൻ തുനിയുന്ന ലക്ഷ്മണനെ ശാന്തനാക്കുന്ന, ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുന്ന ഒരു രാമഗീത രാമായണത്തിലുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, എഴുത്തച്ഛൻ പറയുന്നുണ്ട്, ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും, ഈ കാണുന്ന ദൃശ്യവും കാണുന്ന രാജ്യവും ദേഹവും ഒക്കെ അല്പമായിട്ടുള്ളതാണ്. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ്സു മൂർഖനി വന്യസന്തപ്ത ലോഹസ്താംബുബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലഹീന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. നമ്മുടെ ആചാര്യൻ, തുഞ്ചത്ത് ആചാര്യൻ ഒരു കാലസർപ്പത്തെയാണ്, ഈ കാലത്തെ കാണിക്കുവാൻ വേണ്ടി വലിയൊരു സർപ്പത്തെയാണ് ഉപമിക്കുന്നത്. അദ്ദേഹം ഞങ്ങളുടെ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ ജപപ്പാറയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശ്രവണ മനന നിധിധ്യാസനങ്ങളിലൂടെ കിളിപ്പാട്ട് ഇങ്ങനെ തരളമായി ഒഴുകി എന്നുള്ളതാണ്. അത് ഈ കരയെ മൊത്തം ആ ശബ്ദത്തിലേക്ക്, ആ മധുരമയാർന്ന ശബ്ദത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. ഭാരതം കിളിപ്പാട്ട്, ഭാഗവതം കിളിപ്പാട്ട്, ഇതെല്ലാം സംഭാവന ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹം തമാശയായിട്ട് ആചാര്യന്മാർ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ചിറ്റൂരിലെ പാടവരമ്പുകളിലൂടെ നടന്നു പോകുമ്പോഴാണ് ഒരു പാമ്പിൻ്റെ വായ്ക്ക് അകപ്പെട്ട തവളയെ ആചാര്യൻ ശ്രദ്ധിച്ചത്. അയ്യോ, തവള പാമ്പിൻ്റെ വായ്ക്കകത്തായല്ലോ എന്ന് നോക്കുമ്പോഴാണ് തവള എന്താ ചെയ്യുന്നത്, അവിടെയുള്ള മറ്റു ജീവികളെ, ചെറു ചെറു ജീവികളെ തൻ്റെ നാക്ക് പുറത്തേക്ക് ഇട്ടിട്ട് അതിനെ പിടിച്ച് കഴിക്കുന്നു. ഇത് കണ്ടപ്പോൾ രസകരമായി തോന്നുന്നതിനപ്പുറം ഒരു താത്വികമായ അവലോകനം നടത്തി. രാമഗീതയിൽ അതുണ്ടല്ലേ, ചക്ഷുശ്രവണൻ്റെ അല്ലേ, പാമ്പിൻ്റെ വായ്ക്കിൽ അകപ്പെട്ട തവള അവനവൻ്റെ ഭോഗമാണ് അന്വേഷിക്കുന്നത്, അതറിയുന്നില്ല താൻ പാമ്പിൻ്റെ വയറ്റിലേക്കാണ് ഇറങ്ങിപ്പോകുന്നത്. അതുപോലെ കാലമാകുന്ന സർപ്പത്തിൻ്റെ വായ്ക്കകപ്പെട്ട തവളയെ പോലെയാണ് നമ്മളുടെ ജീവനും. അപ്പം നമ്മൾ അറിയുന്നില്ല, ആയുസ് പോകുന്നത് ഏതും അറിയില്ല, മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ അല്ലേ. എന്നിട്ടാണ് ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം അല്ലേ, ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ മനുഷ്യരിൽ ശ്രേഷ്ഠനാണ്, ഞാൻ ഇന്ന ജാതിക്കാരനാണ്, ഇന്ന കുല ധർമ്മമാണ് ഞാൻ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പരസ്പരം പറഞ്ഞ് കലഹിക്കുന്നത്. ഇതിൽ സൂതപുത്രനെ ചിത്രീകരിക്കുന്നുണ്ട്. ഏറ്റവും വിഷമം പിടിച്ചൊരു പ്രയോഗമാണ് സൂതൻ എന്നൊക്കെ പറയുന്നത് മഹാഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ വായിക്കുമ്പോൾ. ഇങ്ങനെയുള്ള വേർതിരിവൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ മനസ്സിലാണ് എന്നുള്ളതാണ്. അപ്പോൾ കഠോപനിഷത്തിൻ്റെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ ഈ ഇന്ദ്രിയങ്ങളെ ഭഗവതോന്മുഖമായി സമർപ്പിച്ചുകൊണ്ട് ആദ്യ 5 പടികൾ, കണ്ണുകൊണ്ട് ഭഗവാനെ മാത്രം കാണുക, കാതുകൊണ്ട് ഭഗവാനെ മാത്രം കേൾക്കുക, നാവുകൊണ്ട് ഭഗവാനെ മാത്രം കീർത്തിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഭഗവാനിൽ സമർപ്പിച്ചു. അത് കഴിഞ്ഞോ മനഃഷ്ടാണി ഇന്ദ്രിയാണി, 6ാമത്തെ ഇന്ദ്രിയമായിട്ട് മനസ്സിനെ പറയുന്നത്, ആ പടിയും നമ്മൾ കടന്നു. മനസ്സ് എന്തിനെ പോലെയാണ്? ഇവിടെ ഗീതയിൽ പറയുന്നുണ്ട് ധാർത്തരാഷ്ട്രാൻ, ഇവിടെ കപിധ്വജ എന്നുള്ളൊരു പ്രയോഗമുണ്ട്. ധ്വജത്തിൽ ആരാണിരിക്കുന്നത്? അർജുനൻ്റെ ധ്വജത്തിൽ ആരാണിരിക്കുന്നത്? ആഞ്ജനേയ മഹാപ്രഭുവാണ് ഇരിക്കുന്നത് അല്ലേ. കപി എന്ന് പറഞ്ഞാൽ കമ്പതേ ഇതി കപി, ഇളകുന്നതാണ് എന്നാണ് പറയുക അല്ലേ. ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കാറുണ്ടോ കുരങ്ങന്മാരുടെ സ്വഭാവം എന്താ? അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി മരം മുഴുവൻ ചാടി അല്ലേ, പുറഞ്ചൊറിഞ്ഞും മാന്തിയും അല്ലേ, ഇങ്ങനെയൊക്കെ ഇരിക്കും ഈ ഇളക്കമുള്ളത്. പക്ഷേ അർജുനന്റെ രഥത്തിലെ കൊടിക്കൂറയിൽ പാറുന്നത് ആഞ്ജനേയ മഹാപ്രഭു. അവിടെ ചഞ്ചലാത്മിക മന അല്ല, നിശ്ചയാത്മിക ബുദ്ധി. അവിടെ ചഞ്ചലമല്ല, കേവലം ഒരു കപിയല്ല, അതൊരു വാനരനല്ല, ഒരു വനനരനല്ല, അത് ബ്രഹ്മവിദ്യയെ ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള
ഒരുവനാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഈ സമുദ്രതരണം എന്ന് പറയുന്നത് ഇവിടെ സാധ്യമായൊരു കാര്യമായിട്ട് ആഞ്ജനേയൻ്റെ കയ്യിലാണ് അടയാളവാക്യമെല്ലാം ലഭിക്കുന്നത്. മറ്റത് ഇളകുന്നതാണ്, മനസ്സിന് ചാഞ്ചല്യം വരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ മനസ്സിന് ചാഞ്ചല്യം ഉണ്ടായി എങ്കിൽ അവിടെ വാനരകാന്ഡമായിരുന്നു കാണേണ്ടത്. പക്ഷെ അതല്ല. കിഷ്കിന്ധാകാന്ഡം കഴിഞ്ഞ് ഇപ്പോൾ തെക്ക് ദിക്കിലേക്കാണ് രാവണൻ സീതയെ കട്ടിപ്പ് കൊണ്ടുപോയത് എന്ന് അറിഞ്ഞിട്ടും സുഗ്രീവൻ എന്ന് പറയുന്ന കവിശ്രേഷ്ഠൻ എന്താ ചെയ്തത്? എല്ലാ ദിക്കിലേക്കും വാനരപ്പടയെ പറഞ്ഞയച്ചു. ഇത്ര ദിവസത്തിനുള്ളിൽ സീതാമാതാവിനെ കണ്ടെത്തി വരാൻ. തെക്ക് ദിക്കിലേക്ക് മാത്രം കൂടുതൽ സൈന്യങ്ങളെ വിനിയോഗിച്ചാൽ മതിയായിരുന്നല്ലോ. അതാണ് കവി, അതാണ് കുരങ്ങിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിൻ്റെ ഒരു അവസ്ഥയാണത്. അതിനെ നിശ്ചയാത്മിക ബുദ്ധിയുമായി സമന്വയിപ്പിക്കുവാനുള്ള ഒരു സാമർഥ്യം അതുണ്ടായത് ആഞ്ജനേയന് മാത്രമാണ്. ആ ദൃഢനിശ്ചയം ഉണ്ടായത്, അവിടെ ഇളക്കമില്ല. അതുകൊണ്ട് ജാമ്പവാൻ പറഞ്ഞു, മനസ്സിൽ രാമരൂപവും കയ്യിൽ രാമാങ്കുലിയവും ഒക്കെ ധരിച്ചിരിക്കുന്ന, അല്ലേ? മനസ്സിൽ രാമരൂപമുണ്ട്, നാവിൽ രാമനാമമുണ്ട്, കയ്യിൽ രാമാങ്കുലിയമുണ്ട്. അവിടെയും എഴുത്തച്ഛനൊരു പദം വയ്ക്കുന്നത്, ഈ കപിധ്വജം പറയാൻ നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം ആഞ്ജനേയൻ്റെ ഒരു ഭാഗം നമ്മളുടെ ജനന മരണ ജലനിധിയെ തരണം ചെയ്യാൻ, ഈ സംസാര സാഗരത്തെ തരണം ചെയ്യാനുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അടയാളമായിട്ടാണ് കണക്കാക്കുന്നത്. മനസ്സിൻ്റെ നിശ്ചയമായിട്ടുള്ള ഒരു മനസ്സിൻ്റെ പ്രതീകം, നിർമ്മലമായ മനസ്സിൻ്റെ ഒരു സ്ഥിതി. ഇനി അടുത്ത യോഗത്തിൽ, സാഖ്യയോഗത്തിൽ സ്ഥിതപ്രജ്ഞനാകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ നയിക്കുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ട് എഴുത്തച്ഛൻ ആചാര്യൻ പറഞ്ഞു, പ്രണത ജന ബഹുജനന മരണഹരനാമകം പ്രാണപ്രയാണകാലേ നിരൂപിപ്പവൻ ജനിമരണ ജലനിധിയെ വിരവൊടുകടക്കുമജ്ജന്മനാകിം പുനസ്തസ്യ ദൂതോസ്മ്യഹം. നമ്മളുടെ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള വലിയ നദിയാണ് രാമായണത്തിലെ നദി. ഈ രണരംഗഭൂമിയും അത് തന്നെയാണ്. ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള സകല വിഷയങ്ങളുമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ദുര്യോധനാദികളായിട്ടും ദുശാസനാദികളായിട്ടും പാണ്ഡവന്മാരും ഒക്കെ ആയിട്ട്. അപ്പം നമ്മൾ ഈ രണരംഗത്തിൽ നിന്ന്, ഈ പ്രാരബ്ധത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ രാമനാമം പോലെ തന്നെ സാക്ഷാൽ ഭഗവാന്റെ മന്ത്രോച്ചാരണം തന്നെ രക്ഷ എന്ന് സ്ഥാപിക്കുന്ന ആ ഒരു രംഗം, അതൊക്കെ അനുഭവിച്ച ഭക്തർ നമ്മളെ വിളിച്ചു പറയുകയാണ്, ഇങ്ങനെയൊക്കെയുണ്ട്, ഇതിൻ്റെ രസമൊന്ന് ആസ്വദിച്ചു പോകൂ. ഇപ്പം നമ്മളിപ്പോൾ എത്ര പടി കയറി? തത്വമസിയിലേക്ക് പോവാണ്. അർജുനൻ ആ പടിയിലേക്ക് ഉയരാൻ പോവുകയാണ്. എത്ര പടി കയറി? കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്, ഇതിനെ അഞ്ചിനെയും ജയിച്ച് ആറാമത്തെ ഇന്ദ്രിയമായ മനസ്സിനെയും, ഇവിടെ പറഞ്ഞു മനഃപ്രഗ്രഹമേവജ, മനസ്സാണ് കടിഞ്ഞാൺ. ആ കുതിരകളെ പൂട്ടിയ തേരിൽ കടിഞ്ഞാൺ ആരാണ്? മനസ്സാണ് എന്നാണ്. അർജുനനെയും പറയാം ആ ഒരു ഭാവത്തിൽ. ഈ മനസ്സിനെയും നമ്മൾ, മനസ്സിൻ്റെ ഇളക്കമൊക്കെ നിശ്ചലമായി, ഒരു ദൃഢനിശ്ചയമൊക്കെ വന്നു. കാരണം മുകളിലിരിക്കുന്നത് ആരാ? കൊടിയടയാളയത്തിൽ ആഞ്ജനേയ മഹാപ്രഭു. അപ്പോൾ ധൈര്യമായി. ഇനി അടുത്ത പടിയിലേക്ക് കയറുകയാണ്. അടുത്ത 5 പടികൾ കർമ്മേന്ദ്രിയങ്ങളാണ്. വാക്ക്, കയ്യ്, കാല്, പായു, പാദം, ഉപസ്ഥം. വാക്കുകൾ, നമ്മുടെ കൈകൾ, കാലുകൾ, പായു, ഉപസ്ഥം 2 വിസർജനേന്ദ്രിയങ്ങൾ, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ. ഇതിനെയും ഈശ്വരോന്മുഖമാക്കാൻ സാധിച്ചെങ്കിൽ വാക്ക്, ഇവിടെ വാക്കുകളാണ് പ്രശ്നമുണ്ടാക്കുന്നത്. വിചാരങ്ങളാണ് വാക്കുകൾ എന്ന് പറഞ്ഞു, അല്ലേ? അതാണ് ജിഹ്വാമേ മധുമത്തമാന്നൊക്കെ പറയാൻ കാരണം, അല്ലേ? അപ്പോൾ ഇവിടെ വാക്ക് വളരെ ശ്രേഷ്ഠമാണ്. ഇതിന് ഇന്ദ്രിയമായിട്ടാണ് പറയുന്നത്. അതിനാണ് 11 അക്ഷൗഹിണിപ്പടയിലെ അടുത്ത 5 കർമ്മേന്ദ്രിയങ്ങളിലെ ഒരാളാണ് വാക്ക്. പലപ്പോഴും എനിക്കൊരു സംശയമുണ്ടായിരുന്നു, വാക്ക് എങ്ങനെയാണ് ഇന്ദ്രിയമാവുക? ഇപ്പം കണ്ണിന്ദ്രിയമാണ്, ആദിന്ദ്രിയമാണെന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാം. വാക്ക് എങ്ങനെയാണ്, എപ്രകാരമാണ് ഇന്ദ്രിയമാവുക? അപ്പോൾ ഗുരുനാഥനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, തനിയെ ഉത്തരം കിട്ടിക്കോളും, ഉത്തരമൊക്കെ പിന്നീട് വന്നോളും എന്ന് പറഞ്ഞു. ഉത്തരം കിട്ടിയതേ ഇല്ല. കുറേ നാളുകൾ കഴിഞ്ഞ് ഒരു പ്രാവശ്യം പത്രത്തിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായത്. അതിൽ ഒരു ചെറിയൊരു ഹെഡിങ് കണ്ടു, ഒരു ശീർഷകം. അതിൽ പറയുന്നു, വാക്കേറ്റവും വാക്കേറ്റത്തെ തുടർന്ന് കയ്യാങ്കളിയും ഉണ്ടായി. എന്താണ് വാക്കേറ്റവും? വാക്കേറ്റത്തെ തുടർന്ന് കയ്യാങ്കളിയും. അപ്പോൾ കയ്യാങ്കളിയല്ല ആദ്യം, അടിപിടിയല്ല ആദ്യം വാക്കേറ്റമാണ്. അപ്പോൾ വാക്ക് എപ്രകാരമാണ് ഇന്ദ്രിയ ചേഷ്ടകളിലേക്ക് നയിക്കുന്നത് എന്ന് ഗുരുനാഥൻ പറഞ്ഞ ആ ഒരു പ്രമാണത്തെ മനസ്സിലാക്കാൻ സഹായിച്ചു എന്നുള്ളതാണ്. അങ്ങനെ 5 ഇന്ദ്രിയങ്ങളെയും നമ്മൾ നിയന്ത്രിക്കുകയാണ്.
അത് ഭഗവതോന്മുഖമാക്കി സമർപ്പിക്കുക. നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വ്യാവഹാരിക ജീവിതത്തിൽ എങ്ങനെ നിയന്ത്രിക്കാനാണ്? ഒരു വ്രതമെടുത്തിരിക്കുമ്പോൾ ഇതിന് ഏകാദശം എന്ന് പറയും. പഞ്ചകർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും പ്ലസ് മനസ്സും ചേർന്ന അപ്പോൾ 11 പടികൾ നമ്മൾ കയറി കഴിഞ്ഞു. കഠോപനിഷത്ത് പറയുന്ന രഥകൽപ്പന പറയുന്ന ഒരവസ്ഥയിൽ അർജുനൻ ആകുന്ന നമ്മൾ ഓരോ ജീവാത്മാക്കളും 11 പടിയിലെത്തി. അതിൻ്റെ അർത്ഥം ഏകാദശം എന്നല്ലേ 11 പറയുക. ഏകാദശി എന്നുള്ള വ്രതത്തെ നമ്മൾ കേട്ടിട്ടില്ലേ? ഈ ഏകാദശി വ്രതം എടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നാട്ടിൻപുറത്തൊക്കെ പറയണത് അരിയല്ലാത്ത ഭക്ഷണം മുഴുവൻ ഒരു ലൈസൻസും ഇല്ലാതെ കഴിക്കുന്ന ഒരു ദിവസമാണ് ഏകാദശി. ഒരു ആചാര്യൻ പറയുന്നത് കേട്ടു, നിങ്ങൾ തിന്നുന്ന ദിവസമാക്കി ഏകാദശിയെ മാറ്റി. വ്രതത്തെ മുഴുവൻ എന്ത് ഭക്ഷണം കഴിക്കുക എന്നാണ് ആദ്യം അന്വേഷിക്കുന്നത്. തിരുമേനി ഇന്ന് വ്രതമല്ലേ, എന്ത് ഭക്ഷണമാണ് കഴിക്കുക എന്നാണ് നമ്മൾ ചോദിക്കുക. ഭക്ഷണത്തെക്കുറിച്ചാണ് അപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. അവനവൻ്റെ ശക്തിക്കൊത്ത് കഴിക്കാം. ഇനി ഒന്നും കഴിക്കാതെ ശുദ്ധോപവാസം ചെയ്ത് ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും വേണ്ട. അവനവൻ്റെ ആരോഗ്യ നിലയ്ക്കനുസരിച്ച് പട്ടിണി കിടന്ന് ശരീരത്തെ പീഡിപ്പിക്കുകയും വേണ്ട. വ്രതം എന്ന് പറയുന്നത് ആന്തരിക ശുദ്ധീകരണത്തിന് കൂടി വേണ്ടിയാണ് എന്ന് നിശ്ചയിക്കുമ്പോൾ അത് ഏകാദശി. കണ്ണിനെ ഭഗവാനിൽ കാണുക, കാതിനെ ഭഗവാനായി കേൾക്കുക, നാവ് കൊണ്ട് ഭഗവത് നാമങ്ങൾ ചൊല്ലുക, പാദങ്ങൾ കൊണ്ട് തീർത്ഥസ്നാനങ്ങളിലേക്ക് സഞ്ചരിക്കുക. അതിനൊന്നും പറ്റിയില്ല, ഓഫീസിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ കാലുകളൊക്കെ ഭഗവാനുള്ള പ്രദക്ഷിണങ്ങളായിട്ട് മനസ്സാൽ ധരിക്കുക. നമ്മൾ ഇടപെടുന്ന ലൗകിക വിഷയങ്ങളൊക്കെ ഈശ്വരൻ്റെ അർച്ചനകളായിട്ട് മാറ്റാൻ മനസ്സിൽ സങ്കല്പം ചെയ്യുക. ഇത്രയൊക്കെ ഇതാണ് വ്രതം അല്ലേ? ഈ വ്രതത്തിലേക്ക് നയിക്കുമ്പോഴാണ് യാതൊന്ന് കണ്ടതത് നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ. ഇതൊക്കെ നാരായണനാണ് എന്നുള്ള സങ്കല്പത്തിലേക്ക് നമ്മൾ ഉയരുന്നത് 11 പടികൾ കയറി. ഇനി 12ാമതാണ്. 11 അക്ഷൗഹിണിപ്പട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു അല്ലേ? കൗരവന്മാർ ഇതിനെയൊക്കെ ഭഗവതോന്മുഖമാക്കിയാൽ തത്വമസിയിലേക്ക് എത്താൻ എളുപ്പമുണ്ട്. 12ാമത്തെ പടി എന്തായിരിക്കും അപ്പോൾ? ബുദ്ധി. ബുദ്ധിം തു സാരഥിം വിദ്ധി. ബുദ്ധിയാണ് സാരഥി. പലപ്പോഴും ബുദ്ധിയുടെ കയ്യിലല്ല കടിഞ്ഞാണ്, മനസ്സിൻ്റെ കയ്യിലാണ് കൊടുക്കാറ്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളാകുന്ന ഇന്ദ്രിയാണി ഹയാന്യാഹു, ഈ കുതിരകളൊക്കെ ഇന്ദ്രിയങ്ങളാകുന്ന ഈ കുതിരകളൊക്കെ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് വ്യാപരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ്. വിഷയത്തിലൂടെ വിഷയത്തിലേക്ക്, ലൗകികതയിൽ നിന്നും ചെളിക്കുണ്ടിലേക്ക് താഴ്ത്തി മനുഷ്യ മനസ്സിനെ നിരാശരാക്കുന്ന ഒരു വേളയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും രക്ഷപ്പെടുത്തി ബുദ്ധിയുടെ കയ്യിലാണ് കടിഞ്ഞാൺ കൊടുക്കുന്നതെങ്കിൽ ഭഗവാന്റെ കയ്യിലാണ് അർജുനൻ ഈ കടിഞ്ഞാൺ ഏൽപ്പിക്കുന്നത്. നമ്മളും അങ്ങനെ ഏൽപ്പിക്കണം എന്നുള്ളതാണ്. നമ്മൾ സ്വയം പ്രാപ്തരായി എന്ന് പറഞ്ഞ് നമ്മുടെ അഹങ്കാരമാണ്, നമ്മുടെ ഗർവമാണ് മനസ്സിൻ്റെ കയ്യിൽ നമ്മൾ കടിഞ്ഞാൻ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ബുദ്ധിയും അവിടെ 12 പടി കയറി. ഇനി അടുത്ത 5 പടികൾ എന്ന് പറയുന്നത് പഞ്ചഭൂതാത്മകമായ നമ്മുടെ ശരീരമാണ്. ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി തുടങ്ങിയിട്ടുള്ള പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം. ഈ 5 എലമെൻറ്റ്സ് കൊണ്ടാണ് പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത് അല്ലേ? ഈ പ്രപഞ്ചത്തിന് ആധാരമായ അല്ലെങ്കിൽ നമ്മുടെ ശരീരം നിർമ്മിക്കാൻ ഉപയോഗിച്ച പഞ്ചഭൂതങ്ങളെ ശരീരത്തിനെ തന്നെ സമർപ്പിച്ചു. ഭഗവാനെ, ഇത് നിനക്ക് പ്രവേശിക്കാനുള്ളൊരു നിൻ്റെ ഗൃഹം എന്ന് പറഞ്ഞ് ആ ശരീരത്തെ ഭഗവാന് സമർപ്പിച്ചു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എത്രണ്ണായി? 12ഉം 5ഉം പഞ്ചഭൂതങ്ങളും കൂട്ടി 17 പടി കയറി. അപ്പോഴാണ് അർജുനൻ ആകുന്ന നമ്മൾ ഓരോരുത്തരും, ജീവനാകുന്ന നമ്മൾ ഓരോരുത്തരും നോക്കുന്നത് എത്ര പടി കയറി കഴിഞ്ഞു? നമ്മൾ 17 പടി കയറി കഴിഞ്ഞു. അപ്പം ഞാൻ തന്നെ കേമി എന്ന് നിശ്ചയിച്ചു. അറിവുള്ളവനെ പോലെ അല്ലേ? അറിവുണ്ടായിട്ടും ഒരു അജ്ഞനെ പോലെ സംസാരിക്കുന്നു പല സമയത്തും അർജുനൻ. എന്താ അർജുനൻ പറയണത്? എന്നെ കാംക്ഷേ വിജയം കൃഷ്ണ നച രാജ്യം സുഖാനിജ കിംനോ രാജ്യേന ഗോവിന്ദ. എന്തിനാണ് എനിക്ക് രാജ്യം? എനിക്ക് എന്തിനാണ് ഈ ഭോഗങ്ങൾ? എനിക്ക് ഈ സുഖസമൃദ്ധിയും ഒന്നും വേണ്ട അല്ലേ? ഇങ്ങനെയൊക്കെ സ്വയം പ്രഖ്യാപിക്കുന്ന ഒരു അജ്ഞനെ പോലെ, പ്രാകൃതനെ പോലെ, സമ്മൂഢ ചേതസായി ഇങ്ങനെ വിഷമിക്കുന്ന ഒരു അർജുനൻ. ആദ്യം പറഞ്ഞു സേനയുടെ മധ്യത്തിൽ രഥം സ്ഥാപിക്കൂ എന്നൊക്കെ പറഞ്ഞു. കൃഷ്ണൻ എല്ലാവരെയും പരിചയപ്പെടുത്തിയപ്പോൾ ആചാര്യാൻ, പിതരപുത്രാൻ അല്ലേ, പിതൃനഥ പിതാമഹാൻ, ഇവരെല്ലാവരെയും കണ്ടു. തന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാരെ കണ്ടു, ബന്ധുക്കളെ കണ്ടു. ഒരു രണരംഗഭൂമിയിൽ ഒരു ക്ഷത്രിയൻ കാണുന്നത്
ശത്രുക്കളെ ആവണ്ടേ അല്ലേ? ആരാണ് ശത്രുക്കൾ? കാമം, ക്രോധം, ലോഭം. ഇതൊക്കെ ഉടുപ്പ് ധരിച്ച് ഭീഷ്മരായി, ദ്രോണരായി, ദുശാസനനായി, ദുര്യോധനനായി നിൽക്കുന്നതാണ്. നമ്മളെ കവർന്നു തിന്നുന്ന കാമക്രോധാദികൾ നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്തിനു പറയണു? നമ്മുടെ ഉള്ളിലുണ്ട്. നമുക്കതിനെ ഉപേക്ഷിക്കാൻ വയ്യ. അർജുനന്റെ കാർപ്പണ്യ ദോഷം ഇത് തന്നെയാണ്. നമുക്കൊന്നിനെയും ഉപേക്ഷിക്കാൻ വയ്യ. എന്നിട്ട് ഈ പ്രാകൃതത്തെ സമർത്ഥിക്കുന്ന ഒരറിവുമായി വന്നിരിക്കുകയാണ് ആര്? അർജുനന് അറിവുണ്ട്, ശാസ്ത്രജ്ഞാനിയാണ്. അർജുനന്റെ 10 പേരുകൾ പറഞ്ഞാൽ തന്നെ അർജുനൻ, ഫൽഗുണൻ, പാർത്ഥൻ, വിജയൻ, കിരീടി, ശ്വേതാശ്വൻ, ധനഞ്ജയൻ, ജിഷ്ണു, സവ്യസാചി, ബീവത്സു എന്നൊക്കെ പറഞ്ഞിട്ട് പേടിക്കുമ്പോൾ ചെറിയ കുട്ടികളൊക്കെ, എന്നെയൊക്കെ ചെറുപ്പത്തിൽ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണ്, പേടി വരണ്ടെങ്കിൽ ഇത് ചൊല്ലിയാൽ നമുക്ക് ആത്മധൈര്യം കിട്ടും. അർജുനനെ പോലെ ധീരനായ ഒരാള് കൗന്ദേയ എന്ന് പറഞ്ഞുകൊണ്ടും പാർത്ഥ എന്ന് പറഞ്ഞുകൊണ്ടും ഒക്കെ, സവ്യസാചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അർജുനന്റെ ധൈര്യം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു ശ്രീകൃഷ്ണൻ പല ശ്ലോകങ്ങളിൽ പലപ്പോഴായിട്ട്. പക്ഷേ രണരംഗത്തിൽ ഇങ്ങനെയാണ് ചിന്തിച്ച് വിഷമിച്ച് നിൽക്കുന്നത് അർജുനൻ. എനിക്കിതൊന്നും വേണ്ട, ഒന്നും വേണ്ട. ദുര്യോധനനെയും വിടാൻ വയ്യ, തൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ധർമ്മപുത്രനെയും വിടാൻ വയ്യ. ആർക്ക്? അർജുനന്. യുധിഷ്ഠിരനോട് സ്നേഹവും മമതയൊക്കെ ഉണ്ട്. സ്വന്തം ജ്യേഷ്ഠനോട്, ധർമ്മപുത്രനോട് സ്നേഹമുണ്ട്, മമതയുണ്ട്. എന്നാൽ ദുര്യോധനനെ കൊല്ലാനും വയ്യ. പിന്നെ സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അല്ലേ? ബ്രഹ്മചര്യത്തിന് താല്പര്യമുണ്ട്. കാശിക്ക് പോയി, ഗംഗയിലേക്ക് പോയി, എല്ലാം കഴിഞ്ഞു. പക്ഷേ ശരീരാദി വികാരങ്ങളെ ജയിക്കാനുള്ള ത്രാണിയില്ല. ഈ 17ാമത്തെ പടിയിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് അല്ലേ? നമ്മളും ഇപ്പം അങ്ങനെയല്ലേ? ഒരാൾ സന്യാസി, കുടുംബമില്ല, ഭാര്യയില്ല, മക്കളില്ല, ഒന്നുമില്ല, കുടുംബമില്ല, സന്യസിച്ചു എന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഉള്ളിൽ എപ്പോഴും തോന്നുകയാണ്, ഇപ്പം കാവ്യ ധരിച്ചിട്ടുണ്ട്, വലിയ മാലയിട്ടിട്ടുണ്ട്, താടി വളർത്തിയിട്ടുണ്ട്, മുടി വളർത്തിയിട്ടുണ്ട്, ആശ്രമത്തിലാണ് ഇരിക്കുന്നത്. ആ ശ്രമം, ഭഗവാനിലേക്കുള്ള ശ്രമം സ്ഥാപിക്കുക. നമ്മളൊക്കെ ഓരോ ആശ്രമത്തിലാണ് അല്ലേ? പക്ഷെ നമ്മളെ സംബന്ധിച്ച് സന്യാസി ഇരിക്കുന്ന ഒരു സ്ഥലം മാത്രമാണ് നമ്മളുടെ മനസ്സിൽ ആശ്രമമായി വരുന്നത്. ഗൃഹമൊരാശ്രമമാകണം, അതാണ് ഭഗവാൻ ഉദ്ഘോഷിക്കുന്നത്. അപ്പം അവിടെ ഇരിക്കുകയാണ്. അവിടെ ഇരിക്കുമ്പോഴും ചിന്ത കുറേ കാമങ്ങളെക്കുറിച്ചാണ്, കാമനകളെക്കുറിച്ചാണ്. കാമം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ പ്ലഷർ എന്ന് മാത്രം അർത്ഥമില്ല. ഈ ദൃശ്യവസ്തുക്കളിലുള്ള കാമന, ഇതിനെ ഭാര്യ എന്ന് പറയും. വിവാഹം പുറമേക്ക് കഴിച്ചിട്ടില്ല, പക്ഷെ ഈ കാമനയെ എന്തു പറയും? ഭാര്യ. കാമം വന്നു കഴിഞ്ഞാൽ ഭഗവത്ഗീത തന്നെ പറയുന്നു, ഭഗവാൻ തന്നെ പറയുന്നു, കാമാത് ക്രോധോഭിജായതേ ക്രോധോദ്ഭവതി സമ്മോഹ സമ്മോഹ സ്മൃതി വിഭ്രമ സ്മൃതിഭ്രംശോ ബുദ്ധിനാശാത് ബുദ്ധിനാശാത് പ്രണശ്യതി. വലിയ അപകടം വരുത്തി വയ്ക്കും. ഒരു കാമനെ അങ്കുരിച്ചാൽ മുളയിലേ നുള്ളാൻ സാധിച്ചില്ലെങ്കിൽ, അത്യാഗ്രഹം, ദുരാഗ്രഹമായിട്ടുള്ള കാര്യങ്ങളാണ് കാമന എന്ന പദം കൊണ്ട് ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അത് ഉത്ഭവിച്ചാൽ കൂടെ ആര് വരും? ക്രോധം വരും, ലോഭം വരും, മതം വരും, മത്സരം വരും, ഡമ്പ് വരും, അസൂയ വരും, ഇതെല്ലാം വരും. 17 പടി എത്തിയിട്ട് എന്താ കാര്യം? തിരിഞ്ഞു നോക്കി നമ്മൾ അർജുനനെ പോലെ ഇങ്ങനെ വിലപിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇതൊക്കെ നമ്മുടെ കൂടെ കൂടി. അപ്പം കാമമാണ് ഭാര്യ എന്ന് പറഞ്ഞു, ക്രോധാദികളൊക്കെ മക്കളുമാണ്. അപ്പം വിവാഹം കഴിച്ചിട്ടില്ല, കുടുംബമില്ല പുറമേക്ക്, പക്ഷേ അകത്തൊരു ഭാര്യയുണ്ട്, ധാരാളം സന്തതികളുമുണ്ട്. അപ്പോൾ ഇവിടെ സന്യാസം സംഭവിക്കുന്നു. ഇത് ബാഹ്യമായിട്ടല്ല, കേവലം ആന്തരികവുമാണ് എന്ന് വിരൽ ചൂണ്ടുന്നിടത്താണ് നമുക്ക് വിഷാദത്തെ യോഗമാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ 17 പടി കയറിയിട്ട് നമ്മുടെ ഉള്ളിൽ ഭരിച്ചിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണെങ്കിൽ അഹങ്കാരമാണ്. അറിവുണ്ട്, എല്ലാം അറിയാമെന്നുള്ള ഒരു ഭാവത്തിലേക്ക് അർജുനൻ വരുന്നുണ്ട്. അർജുനൻ ജ്ഞാനി തന്നെയാണ്, പക്ഷേ തൻ്റെ പ്രാകൃത ഭാവത്തെ സമർത്ഥിക്കാനുള്ള ഒരു ആയുധമായിട്ടാണ് എന്തിനെ ഉപയോഗിക്കുന്നത്? അറിവിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ അറിവ് പ്രകാശിക്കുന്നില്ല. ഒരു പുസ്തകം എടുത്തിട്ട്, ഒരു പേന എടുത്തിട്ട് വെളിച്ചം 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 എന്ന് 1000 പ്രാവശ്യം എഴുതിയാലും വെളിച്ചം കിട്ടാത്തതുപോലെ ഇരുട്ടിൽ അജ്ഞതയുടെ ആ ഒരു മറവിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വേദനാജനകമായ ഒരവസ്ഥ. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും പരിണാമത്തിൻ്റെ ഏതോ ഒരു താക്കോൽ അർജുനന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അത് 18ാമത്തെ തത്വത്തെ കൂടി അധികരിച്ചാൽ. ഏതാ 18ാമത്തെ പടി? പഞ്ചേന്ദ്രിയങ്ങൾ കഴിഞ്ഞു, മനസ്സ് കഴിഞ്ഞു, കർമ്മേന്ദ്രിയങ്ങൾ കഴിഞ്ഞു, ബുദ്ധി കഴിഞ്ഞു, 12 കഴിഞ്ഞു, പഞ്ചഭൂതങ്ങൾ കഴിഞ്ഞു, 17 കഴിഞ്ഞു. ഇനി 18ാം പടി. ഒരു പടിയേ ഉള്ളൂ, തത്വമസിക്ക്. ഏതാണ് ആ പടി? എനിക്കറിവുണ്ട് കൃഷ്ണ, എനിക്കിവരെ ഒന്നും വധിക്കാൻ വയ്യ, വേണമെങ്കിൽ ധാർത്തരാഷ്ട്രന്മാർ എന്നെ കൊന്നുകൊള്ളട്ടെ,
എന്നുള്ള ആ ഒരു ചിന്താഗതിയിലേക്ക് നയിക്കുന്ന ആ ഒരു ഭാവത്തെ നമ്മൾ എന്താ പറയുക, കൃപണഭാവം എന്നെല്ലാം പറയും. പക്ഷേ ഈ ഒരു ഭാഷയിൽ കഠോപനിഷത്തിലെ ഒരു രഥകൽപ്പനയിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് അഹങ്കാരമാകുന്ന പടിയാണ് 18ാമത്. എല്ലാം അറിഞ്ഞു, പക്ഷെ ഞാനെന്ന ഭാവം, എനിക്കറിയാം ഇതൊക്കെ തന്നെ, പക്ഷെ എനിക്ക് സാധിക്കുന്നില്ല. എനിക്കതിനെ അപ്പം ഞാൻ എൻ്റെ കയ്യിൽ നിന്നും ഗാണ്ഡീവം ശ്രംസതേ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യതേ, അല്ലേ? നചപ്നോമ്യവസ്ഥാതും ഭ്രമതീവച്ചമേ മന, എൻ്റെ മനസ്സ് ഭ്രമിക്കുന്നു. ഇതൊക്കെ എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം എനിക്കറിയാം. യുദ്ധഭൂമിയാണെന്നറിയാം, യുദ്ധം നമ്മൾ തീരുമാനിച്ചതാണെന്നറിയാം, എല്ലാം അറിയാം. ഈ അറിവുണ്ട്, പക്ഷേ അനുഭൂതിയിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. തടസ്സം നമ്മുടെ ഉള്ളിലുള്ള ഗർവ് തന്നെയാണ്. അഹങ്കാരമാകുന്ന ആ പടിയെ കൂടി ജയിച്ചാലേ തത്വമസി എന്നുള്ള ആ തത്വത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പം അർജുനനെ ആ തത്വത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന സാംഖ്യയോഗ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ ഇനി വരാനിരിക്കുകയാണ്. ഇനിയുള്ള സത്സംഗം അതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളതിനെ കാത്തോർത്തിരിക്കുകയായിരിക്കും, ഭഗവത് ഗീതാമൃതത്തിനു വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ഭാവം എന്താണ്? അർജുനനുണ്ട് ഈ ഒരു കാർപ്പണ്യദോഷം ബാധിച്ച ഒരു ഭാവത്തിലേക്ക് നമ്മൾ ഇങ്ങനെ ചെറുതായി സങ്കീർണമായിട്ടിരിക്കുകയാണ്. അപ്പോഴും സമാധി ഭാഷയിൽ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ന കാംക്ഷേ വിജയം കൃഷ്ണ നചരാജ്യം സുഖാനിച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർ ജീവിതേനവ എന്നൊക്കെ പറഞ്ഞപ്പോഴും അഭിത്രൈലോക്യ രാജ്യസ്യ, 3 ലോകങ്ങളും കിട്ടിയിട്ട് എനിക്കൊരു പ്രയോജനമില്ല. ഈ രാജ്യത്തിൽ ഈ ജയം കാരണം എനിക്കിനി 3 ലോകങ്ങളിലും ഈ 3 ലോകങ്ങളുടെ സുഖവും എനിക്ക് വേണ്ട. എവിടെ പോയാലും എനിക്ക് എന്ത് കിട്ടില്ല? സമാധാനം കിട്ടില്ല. ഇതിൻ്റെ ഒരു സമാധി ഭാഷയിലേക്ക് വരൂ. ശരിക്കും ഒരു യോഗി തൻ്റെ സമാധി അനുഭവത്തിൽ അനുഭവിക്കുന്ന ശാരീരികമായ മാനസികമായ പരിവർത്തനങ്ങളല്ലേ അർജുനനുണ്ടായിട്ടുള്ളത്? സീതന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപതുച്ഛ ശരീരേ മേ രോമഹർഷശ്ച ജായതേ. ഇതൊക്കെ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വേപതു ഉണ്ടാകുന്നു, നമ്മുടെ ശരീരം വിറയ്ക്കുന്നു, അല്ലേ? ത്വക്കൊക്കെ പൊള്ളുന്നു. ഇങ്ങനെ ഒരു അവസ്ഥ, കയ്യിൽ നിന്നും ഇതൊക്കെ വഴുതിപ്പോകുന്നു. ഏതോ ഒരു ആത്മാനുഭൂതിയിലേക്ക് നടന്നു നീങ്ങാൻ പര്യാപ്തനായി ഈ പഞ്ചഭൂതങ്ങളാകുന്ന ശരീരത്തിൻ്റെ ദുർഗുണങ്ങൾ ഉപേക്ഷിക്കുന്ന ഒരു യോഗിയുടെ ഭാവത്തിലേക്ക് അർജുനൻ ഉയരുന്ന വാക്കുകളാണിതൊക്കെ. നമ്മൾ എന്താ വിചാരിച്ചത്? ഇത് അർജുനൻ എന്തൊക്കെയോ ജ്ഞാനിയെ പോലെ സംസാരിക്കണു, അർജുനൻ അറിവില്ല, അടുത്ത അധ്യായം മുതൽ ഭഗവാൻ ഈ അജ്ഞതയൊക്കെ മാറ്റുമെന്ന് പറയുമ്പോഴും ഒരു യോഗിയുടെ ക്വാളിഫിക്കേഷനിലേക്ക് അർജുനനെ ഉയർത്തുന്ന യോഗമാണ് അർജുന വിഷാദയോഗം എന്ന് പറയുന്ന 1ാമത്തെ അധ്യായം എന്നുള്ളതാണ്. അപ്പം ധർമ്മത്തിലും മോക്ഷത്തിലും ആസക്തി ജനിക്കുകയും ദൃശ്യത്തിലും ഭോഗത്തിലും വിരക്തി വരികയും ചെയ്ത ഒരു യഥാർത്ഥ ശിഷ്യൻ്റെ, ഒരു യോഗിയുടെ ഒരു ഋഷിതുല്യമായിട്ടുള്ളൊരു അവസ്ഥ. അപ്പോൾ ധൃതരാഷ്ട്രനിൽ നിന്ന് സഞ്ജയനിലേക്കൊരു പരിണാമം, സഞ്ജയനിൽ നിന്ന് അർജുനനിലേക്കുള്ളൊരു പരിണാമം, ഇനി അർജുനൻ ഭഗവാനിലേക്കുള്ളൊരു പരിണാമ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഇവിടെ പറയുന്നത്. ഇവിടെ കുലധർമ്മങ്ങളെക്കുറിച്ചൊക്കെ അർജുനൻ വേവലാതിപ്പെടുന്നൊരവസ്ഥയുണ്ട്. തസ്മാനാർഹ വയം ഹന്തും ധാർത്തരാഷ്ട്ര സ്വബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വ. സ്വന്തം ആളുകളെ ഞാൻ എങ്ങനെ വധിക്കും? എനിക്കങ്ങനെ വധിക്കാൻ പറ്റിയാൽ കുലക്ഷയെ പ്രണശ്യന്തി കുലധർമ്മ സനാതന, കുലത്തിന് തന്നെ ക്ഷയം വരില്ലേ? അർജുനൻ സംസാരിക്കുന്നത് ഇപ്പം ഞാൻ ഇവരെയൊക്കെ വധിച്ചു എന്ന് വെക്കൂ, അവരുടെ പത്നിമാര്, സഹധർമ്മിണികള്, ധർമ്മപത്നിമാര് അനാഥരാകും, അവർ പലർക്കും ഭാര്യമാരാകേണ്ടി വരും, അവർക്ക് ജനിക്കുന്ന സന്താനങ്ങൾ വർണ്ണസങ്കരങ്ങളാകും. അങ്ങനെ ഉള്ള സമയത്ത് അവരുടെ ഉദകക്രിയകൾ പോലും, പിതൃകർമ്മങ്ങൾ പോലും ശരിക്കും പിതൃലോകത്ത് പതിക്കാതെ പതന്തി, താഴേക്ക് വീഴുന്നു. അതിനൊന്നും അർത്ഥമില്ലല്ലോ. ഹേ മധുസൂദന എന്ന് പറഞ്ഞ് ഭഗവാനെ സംബോധന ചെയ്യുന്നു. അപ്പോൾ കുലധർമ്മം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് സാക്ഷാൽ ജഗദംബികയായ ചെട്ടികുളങ്ങര അമ്മ ഭദ്രകാളി സ്വരൂപത്തിലാണ്, അല്ലേ? ഭദ്രകാളി എന്ന് പറഞ്ഞാൽ എന്താ? ഈ കുടുംബവാർഷികങ്ങളൊക്കെ ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, എന്താ കുടുംബം? കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നൊക്കെ ആധുനികന്മാർ കുടുംബത്തിന് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. എവിടെയാണോ നിങ്ങൾ കുലധർമ്മങ്ങൾ പരിപാലിക്കുന്നത്, കുലത്തിൻ്റെ സംസ്കാരങ്ങൾ നിങ്ങൾ പരിപാലിക്കുന്നത്, അവിടെയാണ് ആരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? സാക്ഷാൽ ഭദ്രകാളിയെ.
ഭീതി ജനിപ്പിക്കുന്ന ദംഷ്ട്രകളോടുകൂടിയ രക്തദാഹിനിയായ ദേവിയല്ല ഭദ്രകാളി. ഭദ്രം കാള്യതേ ഇതി ഭദ്രകാളി. കുലധർമ്മങ്ങളെ പരിപാലിക്കുന്നിടത്താണ് ഭദ്രകാളി നിലനിൽക്കുന്നത്. ശരിക്കും അതൊക്കെ ഒരു യോജിച്ചു വന്ന ഒരവസ്ഥയിലാണ് സാക്ഷാൽ ഭഗവത്ഗീത ഉപനിഷത്ത് സത്രം ഇവിടെ സംജാതമായത് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഇങ്ങനെയുള്ള അർജുനൻ്റെ സകല സംശയങ്ങളും അടുത്ത അധ്യായങ്ങളിലായി സംഖ്യയോഗം മുതൽ സാക്ഷാൽ ഭഗവാൻ ദൂരീകരിച്ചു കൊടുക്കുന്ന ആത്മജ്ഞാനത്തിൻ്റെ സ്ഥിതപ്രജ്ഞയുടെ അവസ്ഥകളിലേക്ക് ഇവിടെ അർജുനൻ ഇവിടെ അപ്പിത്രൈലോക്യ രാജ്യസ്യ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുന്നത്. ത്രൈലോക്യ രാജ്യം എന്ന് പറഞ്ഞ ഭൂമി, സ്വർഗം, പാതാളം, ത്രിലോകങ്ങളെയല്ല, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, ഈ 3 അവസ്ഥാത്രയങ്ങൾ എന്ന് പറയും അല്ലേ. ഈ അവസ്ഥാത്രയങ്ങളെ താണ്ടി നമ്മൾ ഓരോ ജീവനും തുരീയം എന്ന് പറയുന്ന പദത്തിലേക്ക് എത്തുന്ന സ്ഥിതമായ പ്രജ്ഞയുടെ സമാധിയുടെ, സമാധി എന്ന് പറഞ്ഞാൽ മരിച്ചു പോകണമെന്നല്ലല്ലോ, ബുദ്ധിയെ, ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ സമമാക്കി നിർത്താനുള്ള അവസ്ഥയിലേക്ക് പരിണമിക്കാൻ ഇതാ തയ്യാറായി നിൽക്കുന്ന അർജുനൻ്റെ വലിയൊരു യോഗത്തെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ അധ്യായം സമാപ്തമാക്കുകയാണ്. അതായത് അശസ്ത്രം, അപ്രതീകാരം, ഈ 2 കാര്യങ്ങളാണ് അർജുനൻ്റെ യഥാർത്ഥത്തിൽ ഒരു അബദ്ധമായിട്ട് ഒന്നാമത്തെ രോഗം എന്ന് പറയുന്ന അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ ഇടയാകുന്നത്. ഞാൻ അശസ്ത്രം, അപ്രതീകാരം, ഞാൻ ഇവരോടൊന്നും പ്രതികാരം ചെയ്യാൻ എനിക്ക് വയ്യ, ഞാൻ ശസ്ത്രം ഉപയോഗിക്കുന്നില്ല, ഇതൊക്കെ ഞാൻ ഉപേക്ഷിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ അവിടെ അർജുനന് ഉള്ള ധൈര്യമൊക്കെ ചോർന്നു പോയിരിക്കുന്നു എന്ന് വ്യാവഹാരിക ഭാഷയിൽ മനസ്സിലാക്കാം. അതൊരു അബദ്ധമായി നമുക്ക് തോന്നാം. പക്ഷേ പ്രതികാരമില്ലാത്ത അനസൂയയുടെ വലിയൊരു അവസ്ഥയിലേക്ക് നമ്മളെ ഉയർത്തുന്ന സമാധി ഭാഷയുടെ ദൃശ്യാനുഭവങ്ങളാണ് യഥാർത്ഥത്തിൽ ഭഗവത്ഗീത ഗാനാലാപനം കൊണ്ട് ഓരോരോ ജീവനും ലഭിക്കുന്നത്. അങ്ങനെ ഈ അധ്യായത്തെ വിഷമിച്ചുകൊണ്ട് ഇവിടെ അർജുനൻ പറഞ്ഞ കാര്യങ്ങൾ ഏവമുക്താർജുന സംഖ്യേ രഥോപസ്ഥൗപാവിശത് വിസൃജ്യ സശരം ചാപം ശോക സംവിഘ്നമാനസ എന്നാണ് പറയുന്നത്. ശോക സംവിഘ്നമാനസന്മാരായി ഇരിക്കുന്ന ജീവന്മാരെ സംസാര സാഗരത്തിൽ നിന്നും തരണം ചെയ്യിക്കുന്നൊരു തോണിയായി ഭഗവാൻ ഇതാ എത്താൻ പോവുകയാണ്. അവിടെ ഭഗവാൻ നമ്മളോട് പറയുന്ന ശബ്ദം നമുക്ക് ഇനി അടുത്ത ആചാര്യനിൽ നിന്ന് ശ്രവിക്കാം. ക്ലൈബ്യം മാസ്മഗമപാർത്ഥ നൈതത്തൈവബദ്ധ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരന്തപ. നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന, കുണ്ടലിനി ഉദ്ധാപനം ചെയ്യിപ്പിക്കുന്ന ആധ്യാത്മിക വൈഭവത്തിൻ്റെ പരമകാഷ്ഠയാണ് അർജുന വിഷാദയോഗം അനുഷ്ഠിച്ചാൽ ഏതൊരു ഭക്തനും ലഭിക്കുന്ന ഒരു സായുജ്യം എന്ന് പറയുന്നത്. ഈ ശ്രവണ മനന നിധിധ്യാസനങ്ങളിലൂടെ ഈ 18-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഈ മഹാസത്രത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഇങ്ങനൊരു അവസരം സജ്ജമാക്കി തന്ന ഇതിൻ്റെ ഭാരവാഹികളോടും ഇത്രയും നേരം ഇത് ശ്രവിച്ചിവിടെ ഇരുന്ന എല്ലാ ഭക്തജനങ്ങളോടും അതിലുപരി സാക്ഷാൽ പരമേശ്വരൻ തിരുമേനിക്കും സാക്ഷാൽ മള്ളിയൂരപ്പനും ചെട്ടികുളങ്ങര അമ്മയ്ക്കുമൊക്കെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.